എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ വിഷയം സൗന്ദര്യ വർദ്ധക വസ്തുക്കളും രോഗങ്ങളും എന്നുള്ളതാണ്. ശരിക്കും പറയുകയാണെങ്കിൽ എല്ലാവരും ഇപ്പം ഇങ്ങനത്തെ വസ്തുക്കൾ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. പ്രത്യേകിച്ച് ഇപ്പം ഈ വീഡിയോയും യൂട്യൂബും സോഷ്യൽ മീഡിയയൊക്കെ വരുമ്പോഴത്തേക്കും ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ പല വ്യത്യാസങ്ങളും വരുത്താൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. അതേസമയം ഇങ്ങനെ ഉള്ള കാര്യങ്ങളെ പറ്റി കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് എന്നും പറയുന്നുണ്ട്. എന്താണ് ശരിക്കും പറഞ്ഞാലും നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഒരു ലാസ്റ്റ് 40 years 50 yearsലാണ് നമ്മളിവിടെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഇന്ത്യയിലേക്ക് വരുന്നതെന്ന് തന്നെ പറയാം. നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയ കാലത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രാൻഡ് പോലും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ കോസ്മെറ്റിക്സ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് പോലും ഇല്ലായിരുന്നു അന്ന്. അപ്പം പുറത്തുനിന്നുള്ള വരുന്ന സാധനങ്ങൾ മാത്രമാണ് നമുക്ക് കിട്ടിയിരുന്നത്. അപ്പം നമ്മളുടെ അന്നത്തെ പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു തന്നെ ടാറ്റ നമ്മുടെ മെയിൻ ബിസിനസ് ഇതിൽ പറഞ്ഞാണ് നമുക്ക് ഈ ലക്ഷ്മി എന്നും പറഞ്ഞ്, ആദ്യം എൻ്റെ പേര് ലക്ഷ്മി എന്നായിരുന്നു എന്നും, അങ്ങനെ ഒരു ബ്രാൻഡ് തന്നെ നമുക്കിവിടെ വരുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ തുടങ്ങി. പക്ഷെ ടാറ്റാസ് എന്തുകൊണ്ടോന്ന് അറിയില്ല, അത് ശരിക്കും ഒരു ഹിന്ദുസ്ഥാൻ ലിവർ എന്നുള്ള വേറൊരു ബ്രിട്ടീഷ് ഓറിയന്റഡ് കമ്പനിക്ക് അത് വിൽക്കുകയാണ് ഇത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഉപയോഗിക്കുന്ന കോസ്മെറ്റിക്സ് മെയിൻ ആയിട്ടുള്ള എല്ലാം തന്നെ പുറത്തുനിന്ന് വരുന്ന സാധനങ്ങളാണ്. പിന്നെ അത് എന്തെങ്കിലും ഇങ്ങനെ മേടിച്ചിട്ട് പാക്കിങ് ചെയ്തും അങ്ങനെയൊക്കെയാണ് കൂടുതലും വരുന്നത്. ഈ കോസ്മെറ്റിക്സിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇവിടെ നമ്മൾ ഈവൻ സോപ്പും പൗഡറും നമ്മുടെ സ്കിന്നിൽ ഇടുന്ന എന്ത് സാധനത്തിനും കോസ്മെറ്റിക് ലൈസൻസ് വേണം. അപ്പൊ ഇന്ത്യയിലാണേലും പുറം രാജ്യങ്ങളിലാണ്, ഇപ്പൊ അമേരിക്കയിലാണേലും ഒരു പുതിയ കോസ്മെറ്റിക് പ്രോഡക്റ്റോ അല്ലെങ്കിൽ ഒരു പുതിയ ഇൻഗ്രീഡിയന്റ് കോസ്മെറ്റിക്കിൽ ഉപയോഗിക്കുകയാണെങ്കിലും അതിന് FDA അപ്രൂവൽ ഒന്നും വേണ്ട. ഇന്ത്യയിലാണെങ്കിൽ ഏതെങ്കിലും രാജ്യത്ത് ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഒരു ഡ്രഗ് പോലെ അത് കൺട്രോൾ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഒത്തിരി കെമിക്കലുകൾ ഏതാണ്ട് 10,000 മുകളിൽ അപ്രൂവ്ഡ് ആയിട്ട്, എന്ന് പറഞ്ഞാൽ അത് ടെസ്റ്റഡ് ഒന്നും അല്ല, അങ്ങനത്തെ കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഈ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ലിപ്സിലൊക്കെ ലേഡീസ് ഇടുന്നത് അല്ലെങ്കിൽ സ്കിന്നിൽ തട്ടുന്ന സാധനങ്ങൾ, ഇതൊക്കെ കോസ്മെറ്റിക് നമ്മൾ എന്താണ് സൗന്ദര്യം എൻഹാൻസേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതിനകത്തൊക്കെ ഒത്തിരി ഈ ലെഡ് പോലെയുള്ള പോയിസൺസ് കൂടുതലായിട്ട്, ലെഡ്, ആർസനിക്, ഈവൻ ഈ കൺമഷി എഴുതുന്നത് നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ ബട്ടറിൽ ഇത് ചെയ്ത് നമ്മൾ കരിയാണ് ഉപയോഗിക്കുന്നത്, കാർബൺ ആണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ അതെല്ലാം ഒത്തിരി കെമിക്കലുകളാണ്. പല സ്റ്റഡീസും പല സ്ഥലത്തും നടത്തിയതിനകത്തൊക്കെ ആർസനിക്കിന്റെ കണ്ടന്റ് ഒക്കെ കൂടുന്നുണ്ടെന്നൊക്കെ ഉള്ള പല ഇത് വരുന്നുണ്ട്. പിന്നെ ലിപ്സ്റ്റിക് ഒക്കെ ആണെങ്കിൽ ലെഡാണ് ഒത്തിരി കൂടുതൽ വരുന്നത്. അങ്ങനെ നോക്കി എല്ലാത്തിനെ കുറിച്ചും പറയുകയാണെങ്കിൽ നമ്മൾ ഓരോ സാധനം എടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം കെമിക്കലുകളും അതെല്ലാം ബോഡിക്ക് ഹാംഫുള്ളും ആണ്. ഈവൻ സിമ്പിൾ പൗഡർ, ടാൽക്കം പൗഡർ നമ്മൾ അതാണ് ആദ്യകാലത്ത് നമ്മൾ സോപ്പും പൗഡറുമാണ് നമ്മളുടെ കോസ്മെറ്റിക് ആയിട്ട് യൂസ് ചെയ്തിരുന്നത്. അപ്പം സോപ്പ് പിന്നെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ കഴുകിക്കളയും, നമ്മളുടെ ബോഡിയിൽ നിന്ന് അത് കൂടുതലും പോകും, അതാണ് പറഞ്ഞത്. പക്ഷെ ടാൽക്കം പൗഡർ നമ്മൾ യൂസ് ചെയ്തതിനെ കുറിച്ചുള്ള സ്റ്റഡീസും വന്നിരിക്കുന്നത് പിന്നെയാണ് കുറച്ചുകൂടെ കഴിഞ്ഞത്. അതൊക്കെ വർഷങ്ങളായി നമുക്ക് അറിഞ്ഞിട്ട്, 10-40 വർഷം ഞാനൊക്കെ മെഡിസിൻ പഠിക്കുന്ന കാലത്തെ അറിയാവുന്ന ഓവേറിയൻ ട്യൂമർ ലേഡീസിൽ നമ്മൾ മുഖത്ത് മാത്രമല്ലല്ലോ, ഇതൊക്കെ പ്രൈവറ്റ് പാർട്സിലും പലപ്പോഴും പൗഡറൊക്കെ കോമൺലി പണ്ട് കാലത്ത് തന്നെ, ഇറ്റ് ഈസ് 40-50 years ബാക്ക് തന്നെ ടാൽക്കം പൗഡർ നമ്മൾ പ്രൈവറ്റ് പാർട്സിലും യൂസ് ചെയ്യും. അപ്പം ലേഡീസിന് എങ്ങനെ യൂസ് ചെയ്യുന്നവർക്ക് ഓവേറിയൻ ക്യാൻസർ വരാനുള്ള ചാൻസ് കൂടുന്നു എന്നുള്ളതുണ്ട്. പിന്നെ നമ്മൾ ഡസ്റ്റ് അല്ലേ, നാച്ചുറലി എയർ ശ്വാസകോശത്തിലേക്ക് പോകുന്നു, അതിനകത്ത് പല ഇതിനകത്തും പറയുന്നുണ്ട്, ഈ ബേബി പൗഡറിന് പോലും അതിനകത്ത് ചില ആസ്പെറ്റോസിന്റെ അംശങ്ങളുണ്ട്, അത് പ്രശ്നം വരും എന്നൊക്കെയുള്ള കണ്ടെത്തി എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളുടെ ഇവിടുത്തെ വെരി വെൽ നോൺ ബ്രാൻഡായിട്ടുള്ള ബേബി പൗഡറിൽ പോലും ആസ്ബെറ്റോസ് കണ്ടന്റ് കണ്ടെന്നൊക്കെ പറഞ്ഞ് പല ഇഷ്യൂസും വന്നു. പക്ഷെ അതിലൊന്നും ടെസ്റ്റിങ്ങിനുള്ള മെത്തേഡ്സ് ഇല്ല.
അതുപോലെ അതൊന്നും കൺട്രോൾ ചെയ്യാൻ അങ്ങനെ ഉള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇപ്പം നമ്മൾ ആസ്ബറ്റോസ് കാണാൻ പാടില്ല, ലെഡ് കാണാൻ പാടില്ല, പക്ഷെ ആരാണ് ഇതൊക്കെ ചെക്ക് ചെയ്യാനുള്ളത്? അതിനൊന്നും കൺട്രോൾ മെക്കാനിസം ഇതൊന്നും പ്രോപ്പർ അല്ല. പ്രോപ്പറായിട്ട് നടത്താൻ പറ്റൂല. ഒരു ഗവൺമെന്റിന് സോ മെനി തിങ്സ് ആർ അതർവൈസ് ഓൾസോ. അപ്പൊ അതിനിടയിൽ ഇത് അത്യാവശ്യമില്ല, കോസ്മെറ്റിക്സ് ഒന്നും അത്യാവശ്യമില്ലാത്ത സാധനമൊന്നും അല്ലല്ലോ. അല്ലെ തന്നെ എന്ത് സാധനമാണേലും നമുക്ക് ബോഡി ന്യൂട്രിയന്റ് അല്ലാത്തതെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം പോയിസൺ ആണ്. നമ്മൾ ഈ നേരത്തെ തേക്കുന്ന ഒരു സാധനത്തിനകത്തും കാര്യമായ ന്യൂട്രിയന്റുകളൊന്നുമില്ല. ഏറ്റവും മേജറായിട്ട് വരുന്നത് ഇപ്പം നമ്മൾ ബോഡി ലോഷൻ, ഇപ്പം എല്ലാവരും ഉപയോഗിക്കുന്ന, കുളിച്ചു കഴിഞ്ഞാൽ ആദ്യം എടുത്തിടുന്നത് ബോഡി ലോഷനാണ്. അത് പെട്രോളിയം വാട്ടർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തെ മേജർ പ്രോഡക്റ്റ് പെട്രോളിയം മിനറൽ ഓയിലാണ്. പെട്രോളിയം ബൈ പ്രോഡക്റ്റാണ്. ഏറ്റവും ചീപ്പസ്റ്റ് സാധനമാണ്. ഏറ്റവും അതെല്ലാം പ്രൂവ്ഡാണ്. അതൊക്കെ കാർസിനോജനിക്കാണ്, പ്രൂവ്ഡായിട്ടുള്ള സാധനമാണ്. അതുപോലെ നമ്മൾ പലതും കണ്ടിട്ടുണ്ട്, വെരി ഹൈ ടോപ്പ് ബ്രാൻഡായിട്ട് വെച്ചിരിക്കുന്ന ബേബി ഓയിലിൽ മുഴുവൻ പെട്രോളിയമാണ്. അത് കാർസിനോ ഇതുണ്ട്. അത് പിള്ളേരൊക്കെയാണ് നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നേരെ ലിക്ക് ചെയ്യും, അത് ഉള്ളിലേക്ക് പോകും. അത് അതിൻ്റെതായിട്ടുള്ളൊരു പ്രോബ്ലം. പിന്നെ അത് ഡയറിയ വരുത്താനുള്ളവർക്ക് അതുപോലെ തന്നെ അത് ഈ ഇങ്ങനത്തെ ഓയിലുകൾ ചെന്ന് കഴിഞ്ഞാൽ വൈറ്റമിൻസ് അബ്സോർപ്ഷൻ കുറഞ്ഞു പോകും. പ്രത്യേകിച്ചും വൈറ്റമിൻ എ, ഡി, നമ്മുടെ ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻസ്, അങ്ങനെ സോ മെനി പ്രോബ്ലംസ് ആണ്. അത് ഓരോന്നായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്താൽ അതിൻ്റെ ഇത് പറഞ്ഞു കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. കോസ്മെറ്റിക്സ് ഏത് സാധനമാണെങ്കിലും നമ്മൾ നോക്കണം, നമ്മുടെ സ്കിന്നിലോ കണ്ണിലോ ഒക്കെ ഇടുമ്പോൾ അതിനകത്ത് എന്താണ് ഇൻഗ്രീഡിയൻ്റ് എന്നുള്ളത് വായിച്ചു നോക്കണം. അത് വായിച്ചു നോക്കുമ്പം നമുക്ക് പോഷകമല്ലാത്ത എല്ലാം ചിലപ്പോൾ കൂടി വന്നാൽ അതിനകത്ത് പോഷകമായിട്ട് വല്ല വൈറ്റമിനിയോ എയോ എല്ലാം കാണും. അല്ലെങ്കിൽ ചിലപ്പോൾ ചില സാധനത്തിൽ കുറച്ച് ബി കോംപ്ലക്സ് ഇട്ടിട്ടുണ്ടാവും. പക്ഷേ മേജർ സാധനങ്ങൾ മുഴുവൻ ഒന്നെങ്കിൽ പെട്രോളിയം ബൈ പ്രോഡക്ട്സ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കെമിക്കലുകളായിരിക്കും. പിന്നെ കളർ കയറ്റാനുള്ള സാധനം പ്രിസർവേറ്റീവ്സ് ആയിട്ടുള്ളത് ഉണ്ടാവും, സ്മെല്ലുണ്ടാകാനുള്ളത് ഉണ്ടാവും. ഇതെല്ലാം നമ്മുടെ ബോഡിക്ക് ഹാംഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ്. ഇപ്പൊ ഈ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തുടക്കമൊക്കെ കുറെ കാലം മുമ്പ് പൗഡർ ആയിരുന്നു മെയിൻ ആയിട്ടുള്ള ഉപയോഗിച്ചിരുന്നത്. പൗഡർ മുഖത്ത് ഇടുക എന്നുള്ളതാണ് കോസ്മെറ്റിക്കിൻ്റെ ആയിട്ട് നമ്മൾ ഓർക്കുന്നത്. ശരിക്കും ഈ പൗഡർ മുഖത്ത് ഇടുമ്പോൾ ഒരു അട്രാക്റ്റീവ്നെസ് വരും എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ്. ശരിക്കും ഈ പൗഡർ എന്ന് പറയുന്നത് എന്താണ് മെയിനായിട്ട്? ബിക്കോസ് പല പൗഡർ തമ്മിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഓരോന്നിൻ്റെയും ഈ സെൻറ്റിൻ്റെ വ്യത്യാസം, സ്മെല്ലിൻ്റെ വ്യത്യാസം അല്ലാതെ ഈ പൗഡറുകളൊക്കെ തന്നെ ഒരേ ഐറ്റം തന്നെയാണെന്നാണ് പറഞ്ഞു കേട്ടേക്കുന്നത്. ഈ പൗഡർ ഇടുമ്പോൾ എങ്ങനെയാണ് ഈ സൗന്ദര്യം കൂടുന്നതായിട്ട് വരുന്നത്? ഈ പൗഡർ ഇപ്പം നമുക്ക് പണ്ട് വൈറ്റ് പൗഡറുകളാണല്ലോ നമ്മൾ പണ്ട്. ഇപ്പം നമ്മൾ സാധാരണ പഴയ കാലത്ത് പൗഡർ, ടാൽക്കം പൗഡർ എന്ന് പറഞ്ഞാൽ അതിൽ കാൽസ്യം സോൾട്ടുകളാണ് മെയിനായിട്ട് വരുന്നത്. പക്ഷെ ഇതിൻ്റെ ഒന്നും പ്യൂരിറ്റി നമുക്ക് അറിയാൻ പറ്റില്ല. അതായത് വെളുത്ത എന്ത് പൗഡർ വെച്ചാലും അതിനകത്ത് പെർഫ്യൂം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും അത് നമുക്ക് മുഖത്ത് ഇട്ട് കഴിഞ്ഞാൽ അത് പൗഡറായി. അതിലാണ് ഞാൻ ഈ പറഞ്ഞ നേരത്തെ ഈ ആസ്ബറ്റോസിൻ്റെ കണ്ടന്റും അതുപോലത്തെ കാർസിനോജൻ, മറ്റ് അതിൻ്റെ മെയിൻ കണ്ടന്റ് കാൽസ്യം കാർബണേറ്റ് ആയിരിക്കും. അതിനങ്ങനെ വലിയ പ്രശ്നങ്ങളില്ല. പക്ഷെ അതിൽ ബാക്കി എന്തെല്ലാം കൂടെ വരുന്നുണ്ടെന്നുള്ളതാണ്. അത് ആരും ചെക്ക് ചെയ്യാനുണ്ട്. ചെയ്യുന്ന ആൾക്കാർക്ക് അവരേറ്റവും ഫൈൻ ആൻഡ് വൈറ്റ് പൗഡർ മാത്രമാണ് അവർക്ക് വേണ്ടത്. പിന്നെ ഇപ്പം നമ്മൾ അല്ലാതെ ഈ കളേർഡ് ആയിട്ടുള്ള പലതരം ഷെയ്ഡ്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പം നമ്മൾ ഈ ഫൗണ്ടേഷനായിട്ട് യൂസ് ചെയ്യുന്ന പൗഡറുകൾ, അതിനകത്തൊക്കെ വേറെ ചില പൗഡറുകൾ, ഐ തിങ്ക് സിങ്ക് ഓക്സൈഡ്, അങ്ങനത്തെ കുറേ സാധനങ്ങളാണ് വരുന്നത്. അത് അല്ലെങ്കിൽ ഈ കാൽസ്യം കാർബണേറ്റ് തന്നെ അവർ നമ്മൾ ഡിഫറെൻറ്റ് കളേഴ്സ് ചേർക്കുകയാണ് ചെയ്യുന്നത്. അത് ഞാൻ അതിൻ്റെ ഡീറ്റെയിലേക്ക് പോയിട്ടില്ല. അത് ഓരോന്നിലും എന്താ കണ്ടന്റെന്ന് ഞാൻ ചെക്ക് ഈ പൗഡറിനകത്ത് അതിനെക്കുറിച്ച് ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ഇതിൽ പോയിട്ടില്ല. ബേസിക്കലി ഇതെല്ലാം ഇങ്ങനത്തെ കാൽസ്യം കാർബണേറ്റ് ഉണ്ടാവും, വേറെ എന്തെങ്കിലും മെറ്റാലിക് ഓക്സൈഡ്സോ സം സോർട്ട് ഓഫ് ഇങ്ങനത്തെ സോൾട്ടുകളായിരിക്കും വരുന്നത്. അതിനകത്ത് ഓരോ കളറുകൾ, പ്രിസർവേറ്റീവ്സ് ഉണ്ടാവും. പിന്നെ ഇതെല്ലാം നമ്മുടെ മുഖത്തിട്ട് കഴിയുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ കളർ കൂടുന്നത്, സൗന്ദര്യം കൂടുന്നതെന്ന് വെച്ചാൽ
ഇമ്മീഡിയറ്റ്ലി ഇട്ട് കഴിയുമ്പോൾ നമ്മളൊരു സ്മൂത്ത്നെസ് വരും. ബേസിക്കലി എന്തെങ്കിലും പാടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാഞ്ഞ് ഒരു സ്മൂത്ത്. ഈവൻ നമ്മളുടെ ഇതിനകത്ത് ഏറ്റവും പ്രധാനം പൗഡർ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൽ ഈ പോസ് ഉണ്ടല്ലോ, മറ്റേ നമ്മുടെ ഹെയർ ഫോളിക്കിൾസിന്റെ ഫോൾസ് ഇതുണ്ട്, ഹെയർ ഫോളിക്കിൾസ് ഉണ്ടാവും. അതും ഒക്കെ ഒന്ന് ഈവൻ ആകും, ആ ഒരു ബ്യൂട്ടി വരുത്തും. അതാണ് ബേസിക്കലി ഇത് വരുന്നത്. അത് പക്ഷെ നമ്മളൊന്ന് വേർത്ത് കഴിയുമ്പോഴേക്കും അത് പോകും. അപ്പൊ നമുക്കറിയാം പഴയ കാലത്തൊക്കെ, പഴയ ഈ സിനിമ ഷൂട്ടിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ 10 മിനിറ്റ് അരമണിക്കൂർ കൂടുമ്പോൾ ഒരു പൗഡർ ഇട്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പൊ ഞാൻ പറയുന്നത് 25 years 40 years ഒക്കെ ബാക്ക് സിനിമയൊക്കെ എടുക്കുമ്പോൾ, സിനിമ ഷൂട്ടിംഗ് സെറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ആക്ടറിന്റെ ഒന്ന് ഭയങ്കര ചൂടിലുമാണല്ലോ അവർ നിൽക്കുന്നത്. അപ്പൊ ഇങ്ങനെ കണ്ടിന്യൂസ് ഇട്ടുകൊണ്ടിരിക്കുക. അന്ന് വലിയധികം കെമിക്കൽ മേക്കപ്പുകളൊന്നുമില്ല, മെയിൻ ഈ പൗഡറാണ്. അപ്പൊ നമുക്ക് അന്നത്തെ ക്യാമറകളൊക്കെ കുറച്ചും കൂടെ ഇത്രയും റിഫൈൻഡ് ഒന്നും അല്ല. ഇന്നിപ്പം എല്ലാം ക്യാമറയിൽ ആഫ്റ്റർ ഇഫക്ട്സ് ആയിട്ട് കറക്റ്റ് ചെയ്ത് പോകാവുന്നേ ഉള്ളൂ. അത്രയും കെമിക്കൽസ് ഒന്നും ഇട്ടില്ലെങ്കിൽ പോലും ആൾക്കാര് അവരുടെ ഫോട്ടോസിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ചെയ്യാം. അന്ന് അതൊന്നും പറ്റാത്ത കാരണം അത്രയും എവരി ഹാഫ് ആൻ അവർ ഓർ എവരി 15 minutes ഒന്ന് വേർത്ത് കഴിയുമ്പോൾ അപ്പം ഇതിടണമായിരുന്നു. ഈ മുഖത്തെ കാര്യം പറയുമ്പോഴും ഈ പൗഡറിന്റെ കാര്യം പറയുമ്പോഴും ഒരു കോമൺ ചോദ്യം എന്താന്ന് വെച്ചാല്, ഈ കരിമംഗല്യത്തിന് എന്താണ് പരിഹാരം? ബിക്കോസ് അതാണ് ഈ ഒരു മെയിൻ ഐറ്റം ആയിട്ട് പൗഡർ ഇട്ട് കവർ ചെയ്യുന്നതായിട്ട് സാധാരണ ശ്രദ്ധിക്കാറ്. നമ്മള് ഏത് മേക്കപ്പിലും അതാണ്. നമുക്ക് എന്തെങ്കിലും, അതായത് നമ്മൾ സ്വയം ഇച്ചിരി പൗഡർ ഇടുന്നതല്ല, അതിനപ്പുറത്തേക്കുള്ള മേക്കപ്പ് നമ്മൾ കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതിന് നമ്മൾ പല ഇപ്പോഴത്തെ ഫൗണ്ടേഷനും അല്ലെങ്കിൽ മാസ്കേഴ്സ് ആയിട്ടുള്ള പല കാര്യങ്ങളിട്ട് മാസ്ക് ചെയ്യാം. ഈവൻ വെള്ളപ്പാണ്ട് വരുന്നവര് ആ സ്കിന്നിന്റെ ഇതുമായിട്ട് ചേർന്നുള്ളത് ഇടുവാണ് ചെയ്യുന്നത്. അപ്പോഴും അത് ഓർക്കണം, വെള്ളപ്പാണ്ട് നമ്മൾ കാണിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇത് ചെയ്യുന്നു. പക്ഷെ അത് നമ്മുടെ സ്കിന്നിന് വെള്ളപ്പാണ്ട് വരുന്നതെന്ന് തന്നെ എന്താ, ശരിക്കും അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് എന്തോ പ്രോബ്ലം വന്നിരിക്കുക. അവര് നമ്മളുടെ മെലനോസൈറ്റ്, മെലാനിൻ ഉണ്ടാക്കുന്ന സെല്ലുകളാണ്, അതായത് നമ്മുടെ സ്കിന്നിന് കളർ തരുന്ന സെല്ലുകളാണ് മെലനോസൈറ്റ് പറയുന്നത്. ആ സെല്ലുകളെ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം സെൽസ് ആക്രമിച്ച് അതിനെ ഇല്ലെന്നാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ സ്കിന്നിന്റെ കളറില്ലെന്നായി വെള്ളയായി പോകുന്നു. അതാണ് ഈ വെള്ളപ്പാണ്ട്, വിറ്റലിഗോ അല്ലെ വെള്ളപ്പാണ്ട് ഏത് ടൈപ്പിലാണെങ്കിലും. ഇവൻ അതിന്റെ ഒരു മൈനർ ഫോംസിന് പറയും ഗട്ടേറ്റ് ഹൈപ്പോപിഗ്മെന്റേഷൻ എന്ന് പറയും. അതിൽ ചെറിയതായിട്ട് ചുമ്മാ വിളിക്കുകയല്ല, ചെറിയ ചെറിയ കുറച്ച് പൊട്ടായിട്ട്, പ്രത്യേകിച്ചൊരു കുറച്ചൊരു പ്രായമായി കഴിഞ്ഞ് കഴിയുമ്പോൾ കാലിലും കയ്യിലും ഒക്കെ ചെറിയ വെള്ള പാടുകൾ വരും. അതിന്റെ പല എക്സ്ട്രീം ഇതിലേക്കും വരാം. പിന്നെ വെള്ളപ്പാണ്ടെന്ന് പറയുമ്പം എല്ലാവർക്കും അറിയാം, അത് ഓരോ ഭാഗത്തായിരിക്കും വരുന്നത്. അതും പല ലെവലിലുണ്ടാകും. അത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ എത്ര അറ്റാക്ക് ചെയ്തിരിക്കുന്നതെന്നനുസരിച്ചാണ്. പക്ഷെ നമ്മളത് മാസ്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചു വീണ്ടും ഈ കെമിക്കലുകൾ ഇടുമ്പോൾ നമുക്ക് ആ അസുഖം തന്നെ കൂടാനുള്ള പോസിബിലിറ്റി കൂടി വരികയാണ് ചെയ്യുന്നത്. അപ്പം കെമിക്കലുകൾ ഇടുന്നത്, പിന്നെ ഇപ്പം മറ്റേ ഇപ്പൊ പറഞ്ഞത് കരിമംഗല്യം, അത് ഹൈപ്പർ പിഗ്മെന്റേഷനാണ്. ഹൈപ്പോ പിഗ്മെന്റേഷൻ വരുന്നതാണ് ഈ കെട്ടേറ്റ്സോ ഇതും വരുന്നതും, പിന്നെ അതുപോലെ വെള്ളപ്പാണ്ടെന്നൊക്കെ പറയുന്നത്, വിറ്റലിഗോ എന്നൊക്കെ പറയുന്നത്. ഹൈപ്പറും വളരെ കോമൺ ആണല്ലോ. അപ്പം പലപ്പോഴും നമ്മൾ കാണാം പലരുടെയും മുഖത്ത്, ചീക്കിലോ നെറ്റിയിലോ ഒക്കെ കറുപ്പ് പാടുകൾ. കരിമംഗല്യം പ്രത്യേകിച്ചൊരു പാട് പോലെ വരുന്നത്, ഇങ്ങനെ കൗളിൽ വരുന്നതിന് നമ്മൾ കരിമംഗല്യം എന്ന് പറയുന്നു. ഇതെല്ലാം കാണിക്കുന്നത് നമുക്ക് ബോഡിക്കൊരു പ്രോബ്ലം ഉണ്ടെന്നും നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം അല്ലെ നമ്മുടെ ബോഡി നമ്മളോട് പറയുക ചെയ്യുന്നത്. പലപ്പോഴും മുഖത്ത് പാടുകളുള്ളത് നമ്മുടെ ഒന്നെങ്കിൽ ലിവറിന്റെ പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ വരാം. അതുപോലെ കിഡ്നിക്ക് പ്രശ്നം വരുമ്പോഴും സ്കിന്നിലായിരിക്കും പ്രോബ്ലം വരുന്നത്, പാടുകളായിട്ടായിരിക്കും. ഈവൻ ഡയബറ്റിസിന്റെ തുടക്കത്തിൽ വരുന്ന കറുത്ത പാട് മുഖത്തും വരാം. അതുപോലെ കഴുത്തിന് ചുറ്റും അല്ലെ കക്ഷത്തില് എക്കാൻഡോസിസ് നൈഗ്രിഗൻസ് എന്ന് പറയും. അത് പ്രീ ഡയബറ്റിസ് ആണ്. അപ്പം ഞാനതിന് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇന്ന് വന്നൊരു പേഷ്യന്റ് ഹീസ് ടെലിങ് മീ, ഇപ്പൊ മുഖത്ത് നന്നായിട്ട് പാടുണ്ട് ഇത്രയും. അപ്പൊ അതെനിക്ക് 10-15 വർഷമായിട്ടുണ്ട് ഡോക്ടറെ എന്ന്.
അപ്പം ഇദ്ദേഹത്തിന്റെ ആരാണ് ഇങ്ങനെ പാടുകളുള്ളവര് 10-15 വർഷമായിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചാൽ 15 വർഷമായി നമ്മുടെ ബോഡി കാണിച്ചു തരികയാണ് നമുക്ക് തെളിവായിട്ട്. ഇത് എനിക്ക് ഈ പ്രോബ്ലം ഉണ്ട്, നിങ്ങളത് എന്താന്ന് നോക്കി കറക്റ്റ് ചെയ്യാനാണ് പറയുന്നത്. അത് നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. അത്രയേ ഉള്ളൂ ഇതിനകത്ത് കാര്യം. ഇപ്പൊ ഈ നെറ്റിയിൽ പാടുള്ളവരും മുഖത്ത് പാടുള്ളവരും പ്രത്യേകിച്ച് ഡാർക്ക് പാടുകൾ വരുമ്പോൾ ഈവൻ വൈറ്റ് പാടും അത് മറ്റൊരു മേജർ അസുഖത്തിന്റെ ഒരു ലക്ഷണമാണ്. സ്കിന്നിൽ കാണിക്കുന്ന എല്ലാ പാട്, അത് കറുത്ത പാടാണേലും വെളുത്ത പാടാണേലും ചൊറിച്ചിലാണേലും പൊളിഞ്ഞു വരികയാണെങ്കിലും ഊസിങ് ആയിട്ട് എക്സിമയാണെങ്കിൽ ഊസിങ് ആയിട്ട് വരികയാണേലും അത് ചെറിയത് വരുമ്പോൾ തന്നെ നമ്മൾ അതിന്റെ കാരണം കണ്ടുപിടിച്ച് അത് കറക്റ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ അതിനെ മറച്ചു വെക്കാനായിട്ട് നോക്കിയാൽ ആ മറച്ചു വെക്കാനായിട്ട് വീണ്ടും നമ്മൾ നമ്മുടെ ബോഡിയെ സ്ട്രെസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഓർ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ സ്ട്രെസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യാതെ നമ്മൾ അതിന്റെ പ്രശ്നം എന്നാണെന്ന് നോക്കി അതിനെ കറക്റ്റ് ചെയ്യുക. നമ്മുടെ സ്കിന്നിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ന്യൂട്രീഷൻ, നമ്മളിപ്പം വെളിച്ചെണ്ണ തേക്കുകയോ എണ്ണ തേച്ച് കുളിക്കുകയോ അതൊക്കെ പഴയ കാലത്ത് അതേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഒരു സ്കിൻ കെയർ എന്ന് പറയുന്നത് പലരും എണ്ണ തേച്ച് കുളിക്കും. അതാണ് ഒരു 1/2 hour വെയിലത്തിരുത്തി കുട്ടികളെ പോലും എണ്ണ തേച്ചിട്ട് കുറച്ചു നേരം വെയിലത്തിരുത്തി സൂര്യപ്രകാശമൊക്കെ കൊള്ളിപ്പിച്ച് കുളിപ്പിക്കുക. അതാണ് നമ്മളുടെ പഴയ ഇത്. അത് ശരിക്കും വളരെ ബെനഫിഷ്യൽ ആയിട്ടുള്ളത്. എണ്ണ തേച്ചിട്ട് വെയിലത്തിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വൈറ്റമിൻ ഡി ഒക്കെ ആവശ്യത്തിന് ഉണ്ടാവും. പക്ഷെ ഇന്ന് വൈറ്റമിൻ ഡിയുടെ ഏറ്റവും വലിയ ഡെഫിഷ്യൻസി ഉള്ള ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. അത് സൂര്യപ്രകാശത്തിൽ നിന്നാണ് കിട്ടുന്നത്. അത് എണ്ണയും തേച്ച് വെളുത്തിരിക്കുകയാണെങ്കിൽ ഇറ്റ്സ് ബെസ്റ്റ് കിട്ടാനുള്ള ഏറ്റവും. അപ്പൊ അത്തരം ഓപ്പർച്യൂണിറ്റീസ് കുറഞ്ഞു പോവുകയാണ് നമുക്കിപ്പോൾ ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ കൂടെ നമ്മൾ ഇങ്ങനെ വരുന്ന ഇതിനെ മാസ്ക് ചെയ്യാനായിട്ട് ഓരോന്ന് ഇടുകയും കൂടി ചെയ്യുമ്പോൾ അത് നമ്മുടെ ബോഡിക്ക് കൂടുതൽ സ്ട്രെസ്സാണ് ഉണ്ടാകുന്നത്. അതാണ് ബേസിക്കലി. ഇപ്പം ഈ പറഞ്ഞ ഈ കരിമംഗല്യം പോലെ വരികയും പിന്നെ അതിങ്ങനെ കുറച്ച് കട്ടി ആയിട്ട് ആവുന്നതായിട്ടും അനുഭവപ്പെടാറുണ്ട്. അത് ഒരുപാട് തിക്കനായിട്ട് വരുന്നത്, അത് ശരിക്കും എന്തുകൊണ്ടാണ്? അത് നമുക്ക് ഓരോരുത്തരുടെ നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. ചിലരുടെ കാണാൻ കണ്ണിനടിയിലൊക്കെ ഭയങ്കര പേഷ്യൻസിന് നമ്മൾ കാണാറുണ്ട്, കണ്ണടി ഭയങ്കര ഡാർക്കായിട്ടിരിക്കുന്നു. ഡാർക്ക് സർക്കിൾ, നോട്ട് ലൈറ്റ്, ഒരു ഡാർക്ക്നെസ് അല്ല. അപ്പം അവർ പറയുന്നത് എനിക്ക് ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു, ഇപ്പൊ കുറച്ചും കൂടെ കട്ടി കൂടിയിട്ടുണ്ട്. അപ്പൊ അത് കട്ടി കൂടി വരുമ്പോൾ അതിന്റെ കൂടെ ഇപ്പൊ ഈ എക്കാൻതോസിസ് നിഗ്രിയൻസ് കട്ടിയും കൂടി വരും. ജസ്റ്റ് ഒരു കറുപ്പ് മാത്രമല്ല, സ്കിന്നൊക്കെ ഇങ്ങനെ കട്ടി കൂടി വിണ്ട് കീറിയതുപോലെ വരും. വിണ്ട് കീറൽ വരുന്നില്ല, അത് ഹൈപ്പർട്രോഫിക് ആവുന്ന ആ സ്കിന്നിന്റെ അത് ഹൈപ്പർട്രോഫിക് ആയി അത് ലോക്കലൈസ്ഡ് ആയിട്ട് മാത്രം വരുമ്പോഴായി പാലുണ്ണി എന്ന് പറഞ്ഞു വരുമല്ലോ, ഇങ്ങനെ സ്കിൻ ടാക്സ് എന്ന് പറയുന്നത്, അല്ല നമ്മൾ പാലുണ്ണി എന്നൊക്കെ പറയുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലോക്കലൈസ്ഡ് ഹൈപ്പർട്രോഫിയാ. പിന്നെ കുറച്ച് ഭാഗത്ത്, അതായത് ഹൈപ്പർട്രോഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് സെൽസ് മൾട്ടിപ്ലിക്കേഷൻ ഓവർ ആവുന്നു. അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ സെല്ല് ഓവറായി പരിധി വിടുമ്പോഴാണ് നമ്മൾ ക്യാൻസർ എന്ന് പറയുന്നത്. ഇതങ്ങനെ പരിധി വിട്ടിട്ടില്ല. അതായത് ഇപ്പൊ നമ്മളൊരു ബയോപ്സി എടുത്ത് നോക്കി കഴിഞ്ഞാൽ അത് ക്യാൻസറസ് സ്റ്റേജ് വന്നിട്ടില്ല. ക്യാൻസറസ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ജെനറ്റിക് മെറ്റീരിയൽ, അതിനകത്ത് ന്യൂക്ലിയസിന് തന്നെ വേരിയേഷൻ വരും. അതാണ് ഒരു മൈക്രോസ്കോപ്പിൽ വെച്ച് നമ്മളെല്ലാം പറയല്ലോ, ബയോപ്സി എടുത്ത് നമ്മൾ ഹിസ്റ്റോപതോളജി നോക്കാനായിട്ട് പതോളജിസ്റ്റിന്റെ അടുത്ത് വിടുമ്പോൾ അവർ ക്യാൻസർ ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കുന്നതിന്റെ ലെവല് കണ്ടുപിടിക്കുന്നത് അതിനകത്ത് ജെനറ്റിക് മെറ്റീരിയൽ ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസിന് വരുന്ന വേരിയേഷൻ, അതിന്റെ സൈസ് ഡിഫറൻസ് ഒക്കെ വെച്ചാണ് ഒരു സെല്ലിന്റെ ഇത്ര സൈസേ കാണാൻ പാടുള്ളൂ. ന്യൂക്ലിയസിന്റെ സൈസ്, ഷേപ്പ് ഒക്കെ ഒരു കണക്കുണ്ട്. അതിന് പരിധി വിടുന്നതനുസരിച്ചാണ് അതിന്റെ ഡിസ്ട്രോഫി എന്നൊക്കെ പറയും. അതായത് സെല്ലിന്റെ കാര്യത്തിൽ പറയുന്ന എന്തോരം ചേഞ്ച്, എന്തോരം ക്യാൻസറസ് ചേഞ്ച് എന്ന് മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കിക്കൊണ്ട് പറയുന്ന ആ ചേഞ്ചാണ്. അപ്പൊ ഇതിലാണ് ഹൈപ്പർട്രോഫി ആവുകയാണ്. ഇതിന് കൂടുതൽ ആവശ്യത്തിൽ കൂടുതൽ വളരുന്നു. പക്ഷെ നമ്മൾ മൈക്രോസ്കോപ്പിൽ നോക്കി ഒരു ബയോപ്സി എടുത്ത് നോക്കിയാൽ ചിലപ്പം ക്യാൻസർ ആയിട്ട് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അതിനെയൊക്കെ നമ്മൾ ബിനൈൻ ലീഷൻ എന്ന് പറയും. ഇപ്പൊ നമ്മൾ പാലുണ്ണി പോലെയുള്ള ഇങ്ങനെ സ്കിൻ ടാഗ് എടുത്ത് ബയോപ്സി വിട്ടു കഴിഞ്ഞാൽ അത് ബിനൈൻ, കുഴപ്പമില്ല എന്ന് പറയും. ഇപ്പൊ ഡോക്ടർ അതിന്റെ ഒരു റിപ്പോർട്ട് പറയണേന് കുഴപ്പമില്ല എന്ന് പറയും. കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അവിടെ ക്യാൻസർ സ്റ്റേജ് എത്തിയിട്ടില്ല എന്നെഴുതി നമ്മൾ ഇഗ്നോർ ചെയ്യണമെന്നല്ല. ശരിക്കും അങ്ങനത്തെ ഗ്രോത്തുകൾ വരുമ്പോൾ അതാണ് ക്യാൻസറിലേക്ക് പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്.
പാലുണ്ണി പെട്ടെന്ന് പോകുന്നല്ല, അതൊന്നും അങ്ങനെ പെട്ടെന്ന് വരാറില്ല. പക്ഷെ പാലുണ്ണി പോലെയുള്ള സ്കിൻ ടാക്സ് ഉള്ളവർ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡയബറ്റിക് ആണോ എന്ന് നോക്ക്, മറ്റെന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്ന് നോക്ക്. പിന്നെ ഈ കറുത്ത പാടുകൾ പെട്ടെന്ന് വളരുകയൊക്കെ ആണെങ്കിൽ അതൊരു മെലനോമ എന്ന് പറയും, അതൊരു സീരിയസ് ക്യാൻസർ ആണ്. ശരിക്കും അതിന് കാര്യമായിട്ടുള്ള ട്രീറ്റ്മെന്റും ഇല്ല, അത് വളരെ സ്പ്രെഡ് ആകും. അത് ഇവിടെ ഒന്ന് നിൽക്കുന്നതിന് മുമ്പ് അതിന് ഓൾറെഡി സെക്കൻഡറീസ് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഒരു ബ്ലാക്ക് മോള് നമ്മൾ പെട്ടെന്ന് വളരുന്നു എന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ സീരിയസ്ലി എടുക്കണം. അപ്പം അതാണ് നമ്മൾ ബോഡിയെ കറക്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും നമ്മളുടെ ടോക്സിൻ ലെവൽ കൂടിക്കഴിഞ്ഞ് നമ്മുടെ ബോഡിയിലെ ടോക്സിൻ ലെവൽ കൂടുമ്പോഴും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം തെറ്റും. ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ടോക്സിനെ ഡീൽ ചെയ്യാൻ പോകുമ്പോഴാണ് നമ്മളുടെ ഡാമേജ്ഡ് ആയ സെല്ലുകളെ അവരെ കൊണ്ട് കൊല്ലാൻ കറക്റ്റായിട്ടുള്ള സമയത്ത് ഡിസ്പോസ് ചെയ്യാൻ പറ്റാതെ വരും. അങ്ങനെ കൂടി വരുമ്പോഴാണ് ശരിക്കും ഒരു ക്യാൻസറായി മാറുന്നത്. അപ്പം ചെറിയ നമ്മളെന്താ മറുകുകളൊക്കെ അങ്ങനെ പെട്ടെന്ന് വളരുന്നു, തടിപ്പ് വരുന്നു, അതേ അൾസർ വരികയൊക്കെ ചെയ്താൽ ഡെഫിനറ്റ്ലി അത് ക്യാൻസർ ആണോ എന്ന് ശ്രദ്ധിക്കണം. ഈ കൊച്ചു കുട്ടികളില് ഇപ്പൊ ഒരു സംശയം അല്ല ഒരു ചോദ്യം ചോദിച്ചേക്കുന്നതാണ്. 10 വയസ്സായിട്ടുള്ള കൊച്ചിന്റെ കഴുത്തില് നല്ല കറുപ്പാണ്, അത് അപ്പൊ എന്ത് തേച്ചാൽ കുറയും എന്നുള്ളതാണ് ചോദ്യം. കൊച്ചു കുട്ടിയുടെ കഴുത്തിൽ കറുപ്പുണ്ടെങ്കിൽ ഒന്നാമതായിട്ട് കൊച്ചു ഓവർ വെയിറ്റ് ആണോ എന്ന് നോക്കുക. രണ്ടാമതായിട്ട് അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഡയബറ്റിക് ഉണ്ടോ എന്ന് നോക്കുക. സാധാരണ ഞാൻ കാണുന്ന പിള്ളേരുടെ കഴുത്തിലൊക്കെ ഓവർ വെയിറ്റ് കഴിയുന്നവർ പ്രീ ഡയബറ്റിക് ആണ്. അതാണ് എക്കാൻതോസിസ് നിഗ്രിയൻസ് എന്ന് പറയുന്ന കണ്ടീഷനാണത്. അപ്പൊ അത് നമ്മൾ ഒന്നും തേച്ചാലൊന്നും പറയില്ല. ടിവിയിലൊക്കെ യൂട്യൂബിലൊക്കെ കാണാം, ഇത് തേച്ചാൽ ഇപ്പൊ കറുപ്പെല്ലാം പോയി എല്ലാം വെളുത്തു വരുമെന്ന്. എക്കാൻതോസിസ് നിഗ്രിയൻസ് ഒന്നും അത് ആ സ്കിന്നിലൊന്നും തീർച്ചാൽ ഇരുന്ന കാര്യമല്ല. അത് അങ്ങനത്തെ ഉള്ളത് നമ്മുടെ ഉള്ളിൽ ശരിക്കും അത് ഇൻസുലിൻ മിക്കവാറും ഈ ഡയബറ്റിക് പേഷ്യൻസിനും ഇതുപോലെ ഈ കൊച്ചു കുട്ടികളിൽ പ്രീ ഡയബറ്റിക് കണ്ടീഷനാണത്. അപ്പം നമ്മൾ ഇൻസുലിൻ നോക്കണം. ശരിക്കും അവരുടെ ലെവൽ മിക്കവാറും ഇൻസുലിൻ ലെവൽ ഒത്തിരി കൂടുതലായിരിക്കും. അപ്പം അത് ടൈപ്പ് 2 ഡയബറ്റീസിന്റെ ആദ്യത്തെ ലക്ഷണമാണ്. ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, അതിൽ ഇൻസുലിന്റെ കുറവല്ല കൂടുതലാണ്. എന്ത് ഹോർമോൺ ആണെങ്കിലും കുറഞ്ഞു പോയാൽ ടൈപ്പ് 1 ഡയബറ്റീസ്, കൂടി വരുന്ന ടൈപ്പ് 2 ഡയബറ്റീസ്. ഈ ടൈപ്പ് 2 ഡയബറ്റീസിലേക്ക് കൊച്ചു പോകുന്നു എന്നുള്ളതിന്റെ ലക്ഷണമാണ് അത്. ടൈപ്പ് 2 ഡയബറ്റീസ് ആവണമെന്നില്ല, കൊച്ചിന് ഇങ്ങനത്തെ ഇതൊക്കെ വന്നു തുടങ്ങിയാൽ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് തന്നെ ഒരു സ്ട്രെസ് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഓവർ വെയിറ്റ് ആയിരിക്കും, ഏത് അസുഖം വേണേലും വരാം. ഇങ്ങനെ അങ്ങനെയുള്ള കുട്ടികൾക്ക് ക്യാൻസർ വരാനുള്ള ചാൻസും ഈവൻ ഈ ടൈപ്പ് 1 ഡയബറ്റീസിലേക്ക് പോകാം. കൊച്ചുകുട്ടി ഇപ്പൊ ഈ ടൈപ്പ് 1 ഡയബറ്റീസ് വരുന്നതും ചെറിയ കുട്ടികളിലാണ്. മിക്കവാറും അത് വരുന്നത് ഓവർ വെയിറ്റ് ഉള്ള കുട്ടികളാണ്. പക്ഷെ ഡയബറ്റീസ് പിടിച്ചു കഴിയുമ്പോഴേക്കും അവരുടെ വെയിറ്റ് ഒക്കെ കുറഞ്ഞൊരു മെലിഞ്ഞു പോയിട്ടുണ്ടാകും. പക്ഷെ യൂഷ്വലി അങ്ങനെയുള്ളപ്പോൾ നമ്മൾ സൂക്ഷിക്കണം. ടൈപ്പ് 1 ഡയബറ്റീസിന്റെ ലക്ഷണമാണേലും അങ്ങനെയുള്ളവർക്ക് നമ്മുടെ പാൻക്രിയാസ് ഓവർ വർക്കിംഗ് ആണ്, ഓവറായിട്ട് ഇൻസുലിൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ ഷുഗർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പാൻക്രിയാസ് ഓവർ വർക്ക് ചെയ്ത് ഇൻസുലിൻ ലെവൽ കൂടുതലാവും. ഇൻസുലിൻ ഇങ്ങനെ സ്കിന്നിൽ ഹൈപ്പർട്രോഫി ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഈ കറുപ്പ് വരുന്നതും അതുപോലെ തന്നെ ഈ പാലുണ്ണി പോലെയുള്ള സ്കിൻ ടാക്സ് വരുന്നതും അതൊക്കെ വരുന്നത്. ഇപ്പം ഞാൻ കാണാതെ ജസ്റ്റ് ചോദ്യത്തിൽ നിന്ന് ഉത്തരം പറയില്ല. ഇത് അതുകൊണ്ട് 100% ആ രീതിയിലല്ല, ഞാൻ സാധാരണ കാണുന്ന കഴുത്തിലെ കറുപ്പിന്റെ ഉത്തരവായിട്ടാണ് പറഞ്ഞത്. കുട്ടികളാണേലും 10 വയസ്സുള്ളവർക്കും 8 വയസ്സുള്ള കുട്ടികൾക്ക് പോലും അങ്ങനെ കാണാറുണ്ട്. ഇത് ഞാൻ ബേസിക്കലി വെയിറ്റ് റിഡക്ഷനൊക്കെ വേണ്ടിയിട്ട് ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ആണ് കൊടുക്കുന്നത്. അപ്പോൾ അവരുടെ വെയിറ്റും കുറഞ്ഞു വരും, പാരലലി ഈ നിറങ്ങളെല്ലാം മാറും. ഈ മുഖത്താണേലും കഴുത്തിലാണേലും കക്ഷത്തിലാണേലും നെറ്റിയിലുള്ള എല്ലാ കറുപ്പ് നിറങ്ങളും പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് മാറും. അത് ഒന്നും മരുന്ന് തേച്ചിട്ടല്ല, വേറെ മരുന്നുകളുണ്ട് പിഗ്മെന്റേഷൻ കുറയ്ക്കാൻ, കരിമരുന്നിലോ ഒക്കെ പോലെയുള്ളതിന് കുറയ്ക്കാനുള്ള ഇതുണ്ട്. പക്ഷെ മുഖത്ത് തേക്കുമ്പോൾ ആ ഓയിൻമെന്റുകളൊക്കെ തേക്കുമ്പോഴും നമ്മൾ ഓർക്കണം, അതിനും കുറേ സൈഡ് ഇഫക്റ്റുകളുണ്ട്. പിന്നെ ചിലർക്കാണെങ്കിൽ അത് ചിലപ്പം കൂടുതൽ വരാം, വേറെ അത് കൂട്ടാനുള്ളത്. പക്ഷെ ജനറലി ആ മരുന്നുകളൊക്കെ ഇത് കുറയ്ക്കാനുള്ള ഈ കളർ കുറയ്ക്കാനെന്നും പറഞ്ഞെടുക്കുന്ന പല മരുന്നുകളും അതിന് പല സൈഡ് ഇഫക്ട്സും ഉണ്ട്. മോഡേൺ മെഡിസിനിൽ പല ഓയിൻമെന്റ് ഫോമാറ്റിൽ ഇടാനായിട്ടുള്ള പല മരുന്നുകളും ഉണ്ട്, വളരെ ഇഫക്റ്റീവുമാണ്.
ഷോർട്ട് ടൈം കുറച്ച് ദിവസം വല്ലോ കല്യാണത്തിന് മുമ്പ് ഒന്ന് ഒരു പാടൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ കുറച്ച് ദിവസമൊക്കെ ഇടുന്നതിന് കുഴപ്പമില്ല. പക്ഷെ എന്നും നമ്മൾ വെളുപ്പിക്കാനായിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യരുത്. അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. ഇന്റേണലി കറക്റ്റ് ചെയ്തില്ലെങ്കിൽ അത് ആദ്യം ഇടും, അപ്പൊക്കെ നിറം കിട്ടും. അത് കഴിഞ്ഞിട്ട് അത് കണ്ടിന്യൂസ് ഇട്ടുകൊണ്ടിരുന്നില്ലെങ്കിൽ നമ്മൾ 2-3 ആഴ്ചയ്ക്കുള്ളിൽ പഴയ നിറത്തിലേക്ക് പോകും. അപ്പം നമ്മളതിനൊരു ഇതിലേക്ക് അങ്ങ് പെട്ടുപോവുക. പിന്നെ നമുക്ക് എപ്പോഴും ആ നിറം വേണമെന്ന് നമുക്ക് തോന്നും. അപ്പോൾ വീണ്ടും വീണ്ടും ഇട്ടുകൊണ്ടിരിക്കും. പിന്നെ നമ്മളിപ്പോൾ ഒന്നും തന്നെ അറിയില്ല. അതിന്റെ പല സൈഡ് എഫക്ട്സും എല്ലാം നമ്മൾ നോട്ട് ചെയ്യുന്ന പോലും കാണുകയില്ലെന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ ഉത്തരത്തിൽ പറഞ്ഞില്ലേ, മറ്റേ ഇൻസുലിൻ ടെസ്റ്റ് ചെയ്യണം, ഇങ്ങനെ ഈ ഇരുണ്ട നിറം പോലെയൊക്കെ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അത് ഷുഗറിന്റെ കൂടുതൽ കൊണ്ടാവാം. അപ്പം ഈ ചോദ്യം ചോദിച്ച ആള് പറയുന്നുണ്ട്, ഷുഗർ ചെക്ക് ചെയ്തപ്പോൾ ഷുഗർ കൂടുതൽ ഉള്ളതായിട്ട് കണ്ടിട്ടില്ല, ഷുഗർ ഇല്ല എന്ന്. പക്ഷെ ചിലപ്പം ഇൻസുലിൻ ചെക്ക് ചെയ്തിട്ടുണ്ടാവൂലായിരിക്കും. ഇൻസുലിനും ചെക്ക് ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ് അല്ലേ ഷുഗറിന്റെ കാര്യത്തില്. ഷുഗർ ചെക്ക് ചെയ്താൽ ഈ പ്രീ ഡയബറ്റീസ് അറിയാൻ പറ്റില്ല. ഷുഗർ ചെക്ക് ചെയ്ത് അറിയുന്ന ഫ്രാങ്ക് ഡയബറ്റീസ് ആയാൽ മാത്രമേ ഉള്ളൂ. നമ്മളത് കൊച്ചുകുട്ടികളിൽ നമ്മൾ ഫ്രാങ്ക് ഡയബറ്റീസ് ഒന്നും അതിനെ ഉദ്ദേശിക്കുന്നില്ല. കാരണം നമ്മുടെ പാൻക്രിയാസ് കൂടുതൽ ഇൻസുലിൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഷുഗർ എപ്പോഴും കൺട്രോൾഡ് ആയിട്ടിരിക്കും. കൊച്ചിന് വെയിറ്റ് വെച്ചുകൊണ്ടിരിക്കും, മോസ്റ്റ് പ്രോബബ്ലി വണ്ണം വെച്ചുകൊണ്ടിരിക്കും. കാരണം മോർ ഇൻസുലിൻ. വെയിറ്റിന്റെ കാര്യം, വെയിറ്റ് അങ്ങനെ ഓവർ വെയിറ്റ് അല്ല എന്നും കൂടെ ഓവർ വെയിറ്റ് അല്ല എന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും കൂടെ കാര്യമുണ്ടോ എന്നും കൂടെ നോക്കണം. ചില സ്കിൻ പ്രോബ്ലംസ് കൊണ്ടും ചിലർക്ക് അങ്ങനെ കറുപ്പ് കാണാം. പിന്നെ കിഡ്നി പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ വരാം, ലിവർ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ വരാം. പിന്നെ ഡയബറ്റീസിന്റെ തുടക്കം വല്ലതും ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ ഇൻസുലിൻ നോക്കണം. അതുപോലെ HbA1c നോക്കണം. ഇൻസുലിൻ HbA1c കുട്ടികളിലൊക്കെ ഒരു 5.5 കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ സീരിയസ് ആയിട്ട് ഒരു ഇത് ഉണ്ടോ എന്നുള്ളത് നോക്കുക. പിന്നെ ഇൻസുലിൻ ലെവല്, ഇൻസുലിനും ഷുഗറിന്റെയും ഒരു റേഷ്യോ വെച്ചിട്ടാണ് അത് ഇൻസുലിൻ റെസിസ്റ്റന്റ് ആണോ എന്ന് പറയുന്നത്. ഈവൻ സാധാരണ നിലയിൽ 100 110 ഒക്കെ ഷുഗർ നിൽക്കുമ്പം 4-5 ഇൻസുലിൻ ഒക്കെ മതിയാകും. പ്രോപ്പർലി ഇൻസുലിൻ ഫങ്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ. നമ്മൾ യൂഷ്വലി എടുക്കുന്നത് മാക്സിമം ഒരു 25 ഒക്കെ ഇൻസുലിൻ ലെവല്. അപ്പൊ ഷുഗർ 110 ഒക്കെ നിൽക്കുകയാണെങ്കിൽ, അല്ലെ 100 നിൽക്കുമ്പോൾ ഇൻസുലിൻ ലെവൽ 125 ആണെങ്കിൽ അത് തന്നെ അപ്പൊ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് വന്നു. പക്ഷെ നമ്മൾ പലപ്പോഴും പല പേഷ്യൻസും കാണാറുണ്ട് 300 കൂടുതലും 250 കൂടുതലും ഒക്കെ ഇൻസുലിൻ ഉള്ളവരെ നമ്മൾ കാണാറുണ്ട്. ചിലപ്പോൾ അവർക്കൊന്നും ഡയബറ്റീസ് ഉണ്ടാവണമെന്നില്ല. ഡയബറ്റീസ് മീൻസ് ഷുഗറും ഈവൻ HbA1c നോർമലാ, പക്ഷെ ഇൻസുലിൻ ലെവൽ ഹൈ ആണ്. അപ്പൊ ആ ഇൻസുലിൻ ലെവൽ ഹൈ ആകുമ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ഫാഗോസൈറ്റോസിസ് എന്ന് പറഞ്ഞ് ഒരു ഇതുണ്ട്. അതായത് നമ്മളുടെ ഈ ഡാമേജ് സെല്ലുകളെ എടുത്ത് ഡിസ്പോസ് ചെയ്യുന്ന ഒരു സിസ്റ്റം. ആ സിസ്റ്റം ഡൗൺ ആവും. അതാണ് ഇൻസുലിൻ കൂടി കഴിയുമ്പോൾ നമുക്ക് ഹൈപ്പർ ഇൻസുലിനീമിയ ഉള്ളവർക്ക് ഈ ക്യാൻസർ പോലും, ഡയബറ്റീസ് ഉള്ളവർക്ക് ക്യാൻസർ വരാനുള്ള ചാൻസ് കൂടുന്നതും, അതുപോലെ ഈ ഇൻസുലിൻ കൂടി നിൽക്കുമ്പോൾ, അതായത് ഒബേസിറ്റി വരുമ്പോൾ പലപ്പോഴും ഇത് കൂടുതലായിരിക്കും. അങ്ങനെ മൾട്ടിപ്പിൾ വേയിലാണ് ഇതെല്ലാം ഫങ്ഷൻ ചെയ്യുന്നത്. അത് ഒറ്റ ഒരു കാര്യം വെച്ച് തന്നെ ആവണമെന്നില്ല. ഈ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ഈ വെസ്റ്റേൺ കൺട്രീസിൽ ഒക്കെ അവര് കണ്ടേക്കുന്ന ഒരു വലിയൊരു പ്രോബ്ലം ആയിട്ട് കണ്ടേക്കുന്നത് നമ്മളുടെ ഹോർമോൺസിനെ ഭയങ്കരമായിട്ട് ഈ കോസ്മെറ്റിക്സ് എഫക്റ്റ് ചെയ്യും. അങ്ങനെ എൻഡോക്രൈൻ ഓർഗൻസിനെ ഈ പാരബൻസും പാലേറ്റ്സും ഒക്കെ എല്ലാത്തിലും തന്നെ ഉണ്ട്. അതുകൊണ്ട് ഈ 2 കാര്യങ്ങളും കൂടാതെ ബാക്കിയുള്ളതും ഉണ്ട്. പക്ഷെ ഈ എൻഡോക്രൈൻ ഗ്ലാൻസിനെ വല്ലാതെ എഫക്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് ഈ പല അസുഖങ്ങളും, ഇപ്പം ഇൻഫെർട്ടിലിറ്റി തൊട്ട് ഡയബറ്റീസ് തൊട്ട് അങ്ങനെ അലർജികളും അല്ലെങ്കിൽ വേറെ ഓട്ടോ ഇമ്മ്യൂൺ രീതിയിലുള്ള പ്രശ്നങ്ങളും ഒക്കെ ഇങ്ങനെ ഈ കോസ്മെറ്റിക്സിൽ നിന്ന് വരുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പം എന്താണ് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ നമ്മുടെ ഹോർമോൺസിനെ എങ്ങനെയാണ് ഈ ഇങ്ങനെ, എല്ലാവർക്കും അറിയാം ഹോർമോൺസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യണമെന്നൊക്കെ. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിൽ എങ്ങനെയാണ് ഈ കോസ്മെറ്റിക്സ് ഹോർമോൺസിനെ ബാധിക്കുന്നത്? നമ്മളുടെ ബോഡിയിൽ 2 മെക്കാനിസംസ് ആണ് കൺട്രോളിങ് മെക്കാനിസംസ് ആയിട്ട് വരുന്നത്. ഒന്ന് ഇലക്ട്രിക്കൽ കൺട്രോള്,
പിന്നെ ഉള്ളത് കെമിക്കൽ കൺട്രോൾ. ഈ കെമിക്കൽ കൺട്രോളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അതായത് ഓവറോൾ ഇഫക്റ്റ് വരുത്തുന്നതാണ് ഹോർമോൺസ് എന്ന് പറയുന്നത്. ഈ ഹോർമോൺസ് എന്ന് പറയുന്നതാണ് പണ്ട് നമ്മൾ 6-7 ഗ്രന്ഥികളെയൊക്കെ നമ്മൾ ഹോർമോൺ ഗ്രന്ഥികളായിട്ട് കാണുന്നുണ്ട്. ബേസിക്കലി ഈ ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ അവർ മെസ്സഞ്ചേഴ്സ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളുടെ സെല്ലുകൾക്ക് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഡിവൈസാണ് ഈ ഹോർമോൺസ് എന്ന് പറയുന്നത്. അതുപോലെ ഇപ്പം നമ്മൾ അതുപോലത്തെ കുറേ മെസ്സഞ്ചേഴ്സ് നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്. ഈവൻ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ പല മെസ്സഞ്ചേഴ്സ് വഴിയാണ്. അതാണ് നമ്മൾ ഈ സൈറ്റോകൈൻസിനും ഇപ്പം പല മരുന്നുകളും കേൾക്കാമല്ലോ, IL-6, IL-6, IL-8, ഇന്റർലൂക്കിൻ. IL-6 എന്ന് പറഞ്ഞാൽ ഇന്റർലൂക്കിൻ 8. ഈവൻ നമ്മൾ ഇന്റർലൂക്കിൻസ് ഒക്കെ നമ്മൾ കൊറോണയുടെ കാലത്ത് മരുന്നുകളായിട്ട് ഉപയോഗിച്ചിരുന്നു. ഇതൊക്കെ നമ്മുടെ സെല്ലുകൾ ഉണ്ടാക്കുന്ന ചില മെസ്സഞ്ചേഴ്സ് ആണ്. ഇതിനെയാണ് നമ്മൾ പിന്നെ മരുന്നാക്കി മാറ്റി ഇഞ്ചക്ഷനായിട്ടും ഒക്കെ എടുക്കുന്നത്. അപ്പം ഈ ഹോർമോൺസും അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഈ പല കെമിക്കലുകളും, പിന്നെ പ്രത്യേകിച്ച് പ്ലാസ്റ്റിക്കിൽ നിന്ന് വരുന്നത്, പാരബൻസ്, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മളുടെ ഹോർമോൺ സിസ്റ്റത്തെ, അതായത് ഹോർമോണുകളെ അഫക്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ മൊത്തം തെറ്റിപ്പോകുന്നു. ഇപ്പം നമുക്ക് കാണാമല്ലോ തൈറോയ്ഡ്, ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ്. അത് വർഷങ്ങളായിട്ട് നമ്മൾ അതിന് ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ് എല്ലാവരും തൈറോക്സിൻ കഴിച്ചുകൊണ്ടിരിക്കും. ഇത്രയും കാലം നമ്മൾ അതൊരു സിമ്പിളോ തൈറോയ്ഡ് വന്നു, ഓക്കെ, നമ്മളൊരു വിലയാണേലും തീരെ കുറവാണ്, ഒരെണ്ണം കഴിച്ചു, അതോടെ നമ്മളത് നിർത്തുകയാണ് ഇതിനെ. അതിനെക്കുറിച്ച് പിന്നെ ഫർദർ ഒന്നും നോക്കുന്നില്ല. ശരിയാണ്, ആരും ഓട്ടോഇമ്മ്യൂൺ ആന്റിബോഡീസ് തന്നെ അത് നോക്കാറില്ലായിരുന്നു. കാരണം നോക്കിയിട്ട് എന്താ കാര്യം? അതൊക്കെ കൂടി നിൽക്കുകയായിരിക്കും. TPOയും ATHG ഒക്കെ കൂടി നിൽക്കും. ഇതൊന്നും കുറയ്ക്കാനൊരു മാർഗ്ഗമില്ലല്ലോ. ആകെ നമുക്ക് കൊടുക്കാവുന്ന ഒരു തൈറോക്സിൻ, ലിവോതൈറോക്സിൻ എന്നുള്ള മെഡിസിനാണ്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റഡീസ് വരുന്നത് എന്താന്ന് വെച്ചാൽ, ലിവോതൈറോക്സിൻ കൂടുതൽ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നവർക്ക് ക്യാൻസറിന് സാധ്യത കൂടുക. അത് ബ്രെയിൻ ക്യാൻസർ, സ്കിൻ ക്യാൻസർ, അങ്ങനെ പല ക്യാൻസറിനെ സാധ്യത കൂടണം. അപ്പം ഈ ക്യാൻസറും ഇപ്പം ഹോർമോണിൻ്റെത് ഒരു സൈഡിൽ നിൽക്കുന്നു. ഇപ്പം നമുക്ക് ഇപ്പം കൊച്ചു പിള്ളേരിൽ പോലും 12 വയസ്സ് മുതലും 10 വയസ്സുള്ള പിള്ളേർ മുതലേ ലിവോതൈറോക്സിൻ കഴിച്ചു തുടങ്ങാണ് പിന്നെ. അപ്പം അതിൻ്റെ കൂടെ കെമിക്കൽസ്, ഇപ്പൊ കോസ്മെറ്റിക്സ് ആണോ ഇതിന് ഉത്തരവാദിയായതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഈ കോസ്മെറ്റിക്സ് എന്ന് പറയുന്നത് ഇടുക മാത്രമല്ലല്ലോ, ഇപ്പൊ എല്ലായിടത്തും നമ്മൾ പെർഫ്യൂം, എല്ലാം ഫ്രഷ്നെസ്, നമ്മൾ സ്മെല്ല് എല്ലാവർക്കും അതിൻ്റെ ഒരു എന്താ നമ്മളുടെ ഒരു ലൈഫിന്റെ, നമ്മളുടെ ഈ പോളിഷ്ഡ് ലിവിങ്ങിന്റെ ഒക്കെ പാർട്ടായി മാറുകയാണ്. ഈ നമ്മൾ ഉപയോഗിക്കുന്ന പെർഫ്യൂം ഒക്കെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെയും ഹോർമോൺ സിസ്റ്റത്തെയും ട്രബിൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമ്മൾ സ്മെല്ല് ചെയ്യേണ്ടി വരുമ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നു, നമ്മുടെ സെൻസറി സിസ്റ്റത്തിന് സ്ട്രെയിൻ വരുന്നു. അപ്പം ഈ കാര്യങ്ങൾ വരുന്നത് കൊണ്ട് നമുക്ക് ഈ തൈറോയിഡിന്റെ പ്രോബ്ലംസ് വരുന്നു, ഈവൻ ഇറിറ്റബിലിറ്റി വരും, പല ഹോർമോൺസ്, നമ്മൾ സോ മെനി ഹോർമോൺസ് ഉണ്ട്. അതൊക്കെ എങ്ങനെയൊക്കെ ഏതൊക്കെ അഫക്റ്റ് ചെയ്യുന്നു എന്നൊന്നും നമുക്ക് ഇതുവരെ സ്റ്റഡീസിൽ കൂടെ കണ്ടുപിടിക്കാനൊന്നും പറ്റിയിട്ടില്ല. കാരണം അത്രയധികം കെമിക്കലുകളാണ്. ഞാൻ പറഞ്ഞ പല ഇതിൽ ഓൾമോസ്റ്റ് മോർ ദാൻ 10,000 ഇൻഗ്രീഡിയൻസ് കോസ്മെറ്റിക്സിൽ അപ്രൂവ്ഡ് ആയിട്ടുണ്ട്. അതുകൂടാതെ എന്തൊക്കെ ഉപയോഗിക്കുന്നു, എല്ലാത്തിനും സീക്രട്ട് ഫോർമുലാസ് ഒക്കെ ഉണ്ട്. അപ്പൊ അവര് ബാക്കി എന്തൊക്കെ വരുന്നു നമുക്ക് അറിയാൻ തന്നെ പറ്റില്ല. ഇപ്പൊ ഈ മറ്റേ സൗന്ദര്യത്തെ പറ്റി പറയുമ്പോൾ ഒരു മേജർ ഇഷ്യൂ എന്ന് പറയുന്നത് ഈ സ്കാൽപ്പിൽ വരുന്ന സോറിയാസിസ് പോലത്തെ ഡാൻഡ്രഫ്, അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെയാണ്. അതൊരു മേജർ പ്രോബ്ലം ആയിട്ട് വരുന്നു. അപ്പം ഈ അങ്ങനത്തെ കാര്യങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ അതും ഈ പറഞ്ഞ പോലെ സ്കിന്നിന്റെ ഹെൽത്താണ് കാണിക്കുന്നതായിട്ടാണ് എല്ലാവരും തന്നെ മനസ്സിലാക്കുന്നത്. അപ്പൊ ആ കാര്യങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? ഡാൻഡ്രഫില് മൈൽഡ് ഡാൻഡ്രഫ് ഒക്കെയാണെങ്കിൽ അതിലൊരു ഫംഗൽ ഇതുണ്ട്. യൂഷ്വലി നമ്മളൊരു ആന്റി ഫംഗൽ കൂടെ കൂട്ടിയ ഒരു ഷാമ്പു ആണ് യൂസ് ചെയ്യുന്നത്. യൂഷ്വലി അത് ഇട്ട് കഴിഞ്ഞാൽ പോകുന്നേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ ഒരു എക്സ്ട്രീം ഫോമായിട്ട് പിന്നെ അത് പതുക്കെ പലരിലും അതൊരു ജസ്റ്റ് ഡാൻഡ്രഫിൽ ഈ ഫംഗസ് ഒക്കെ മാത്രമേ കാണുള്ളൂ. അല്ലെങ്കിൽ ആ സ്കിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊളിഞ്ഞു വരുന്നു എന്നുള്ളതാണല്ലോ. അപ്പൊ അതിൻ്റെ ഈ സോറിയാസിന്റെ ഒരു ഫോമിന്റെ
ഒരു ഏർലി സ്റ്റേജ് ആണെന്ന് പറയാം ഡാൻഡ്രഫ്. ഈ ഡാൻഡ്രഫ് വന്ന് പോയാൽ ഓക്കെ, ദാറ്റ് ഈസ് ഇറ്റ്. പക്ഷെ ചിലരിലത് ഈ സ്കാൽപ്പിലെ സെല്ലുകളുടെ സ്കിന്നിന്റെ ഫാസ്റ്റായിട്ട് ടേൺ ഓവർ കൂടുകയാണ് ചെയ്യുന്നത്. യൂഷ്വലി ഒരു സെല്ല് നമ്മളുടെ സെല്ല് വന്ന് അത് വളർന്ന് പുറത്തു വന്ന് ഡെഡായി പോകണമെങ്കിൽ ഓൾമോസ്റ്റ് 3 to 4 weeks ആണ് എടുക്കുന്നത്. ഈ സോറിയാസിസ് എന്നുള്ള കണ്ടീഷൻ വരുമ്പോഴേക്കും ഒരു സെല്ല് വളർന്നു വന്ന 4-5 ദിവസം കൊണ്ട് അത് ഡെഡായി സ്കിന്നിന് മുകളിലെത്തി അത് പൊളിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അതായത് ബേസിക്കലി ഈ ക്യാൻസറിന്റെ മുമ്പുള്ള ഒരു സ്റ്റേജ്, അതായത് ക്യാൻസറിലും ഫാസ്റ്റ് ഓഫ് ഡിവിഷനാണ് നടക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ. പക്ഷെ അതിന് ഞാൻ നേരത്തെ പറഞ്ഞത് സെല്ലിനകത്തെ ന്യൂക്ലിയസിനകത്ത് ക്യാൻസർ സ്റ്റേജിലേക്ക് പോയിട്ടില്ല എന്ന് മാത്രം. അതുകൊണ്ടാണ് ഇപ്പൊ സോറിയാസിസിന് വേണ്ടിയിട്ടും അതായത് എക്സ്ട്രീം സ്കാൽപ്പിൽ സോറിയാസിസ് പേഷ്യൻസ് ഒക്കെ സ്കാൽപ്പിൽ ഡാൻഡ്രഫ് ആയിട്ടായിരിക്കും അത് ആദ്യം ഏതെങ്കിലും ഒക്കെ കുറച്ച് ഭാഗത്ത് തിക്കനിങ് വരും, കട്ടി പിടിച്ചിരിക്കുന്ന പോലെ തോന്നും. പിന്നെ അത് കൂടി വന്ന് ശരിക്കും ഇതിലേക്ക് വരുന്നത്. അപ്പൊ നമ്മൾ ഈ ക്യാൻസറിന് ഉപയോഗിക്കുന്ന മരുന്ന് തന്നെയാണ് ഈ സോറിയാസിസ്, അല്ലെങ്കിൽ ഈ ഇതിന്റെ ഒരു എക്സ്ട്രീം ഫോമാണ്. നമുക്ക് സോറിയാസിന് എടുക്കുകയാണെങ്കിൽ അതിലേക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെത്തോട്രെക്സേറ്റ് എന്ന് പറഞ്ഞൊരു മരുന്നാണ് ഇപ്പം വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. ശരിക്കും ഈ ഡാൻഡ്രഫ് എന്ന് പറഞ്ഞ് അതിന്റെ എക്സ്ട്രീമിലേക്ക് വരുമ്പോൾ സോറിയാസിസ് ആണ് കുറച്ചുകൂടി എസ്റ്റാബ്ലിഷ് ആകുന്നത്. ഇതൊക്കെ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിന്റെ ഭാഗമാണ്. അതിനകത്തൊക്കെ ഒരു ഫംഗൽ എലമെന്റോ ഇൻഫെക്റ്റീവ് എലമെന്റ്സോ ഒക്കെ ഉണ്ടാകാം. ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിലേക്ക് വരുന്നത് തന്നെ ഇപ്പൊ നമ്മൾ ഈ ഫംഗസ് നമ്മളെ മേത്ത് കയറി കഴിയുമ്പോഴും അതും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് സ്ട്രെയിൻ ആണല്ലോ. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ കുറെ കെമിക്കലും ഇപ്പൊ ഷാമ്പുവും എപ്പോഴും ഷാമ്പു അല്ലെങ്കിൽ എപ്പോഴും ഇപ്പൊ നമ്മൾ ഷാമ്പു മാത്രമല്ലല്ലോ, തലയിൽ നമ്മൾ എന്തെല്ലാം ചെയ്യുന്നത്, പിന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്രീമുകളുണ്ട്. അതിനകത്ത് വരുന്നത് ക്രീമൊക്കെ മെയിൻലി ഈ പെട്രോളിയം ജെല്ലിയാണ് വരുന്നത്. അത് കാർസിനോജനിക്കാണ്. അത് കാർസിനോജനിക്ക് വരുന്ന സാധനം ഓട്ടോ ഇമ്യൂൺ പ്രോബ്ലംസ് ഉണ്ടാക്കാമല്ലോ, നമ്മുടെ സ്കിൻ ഡാമേജ് വരുത്താം. പിന്നെ ഇപ്പൊ എന്തൊക്കെ കളറിങ് ഏജൻസ് ആണ് ഹെയറിൽ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഹെയറിലെ ഇപ്പം പല ഈ കരിമങ്ങലും ഒക്കെ ഉള്ളവർ ശ്രദ്ധിച്ചാൽ മതി, അവർ ഡൈ ചെയ്ത് കഴിയുമ്പോഴേക്കും അത് വീണ്ടും തെളിഞ്ഞു വരും. ഇപ്പൊ ഞാൻ പലപ്പോഴും പേഷ്യൻസ് കാണാറുണ്ട്, നമ്മളിപ്പോ പാടൊക്കെ മാറി നമ്മൾ ക്ലിനിക്കൽ സപ്പോർട്ട് ലൈഫ് സ്റ്റൈൽ കറക്ഷന് കൊടുത്തു കഴിയുമ്പോഴേക്കും പാടുകളെല്ലാം മാറി ക്ലിയർ ആയി വരുമ്പോഴേക്കും അവരൊരു ഡൈ ചെയ്യും. ആ ഡൈ ചെയ്ത് കഴിയുമ്പോഴേക്കും ഇതെല്ലാം കൂടും. ഈവൻ അപ്പം ശരിക്കും ഇന്നിപ്പം നമുക്കറിയാം 70 വയസ്സ് 80 വയസ്സും കഴിഞ്ഞവരെ പോലും നമ്മൾ വൈറ്റ് ഹെയർ ആയിട്ട് ആരെയും കാണാറില്ല. എല്ലാവരുടെയും ഹെയർ ബ്ലാക്ക് ആണ്. അപ്പം ആകെ ആരെങ്കിലും വൈറ്റ് ആയിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അത് മിക്കവാറും അവർക്ക് ഡൈ അലർജി ഉള്ളതുകൊണ്ട് ഹെയർ ഡൈ യൂസ് ചെയ്യാൻ പറ്റാത്തവരാണ്. അല്ലെങ്കിൽ ഇപ്പം ചിലപ്പോൾ നമ്മൾ കാണാറുണ്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഹസ്ബൻഡ് നല്ല വൈറ്റ് ആയിട്ടിരിക്കും, അല്ലെ വൈഫ് നല്ല വൈറ്റ് ആയിട്ടിരിക്കും, വൈറ്റ് ഹെയർ ആയിട്ടിരിക്കും. ഹസ്ബൻഡ് എന്താ രണ്ടുപേരും ഒരാൾ മാത്രം എന്ത് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് അലർജി ഉള്ളതുകൊണ്ടാണ്, അതായിരിക്കും ഉത്തരം വരുന്നത് മിക്കവാറും. പക്ഷെ ഈ നമ്മളുടെ ഹെയർ ഡൈ ആണ്, കോസ്മെറ്റിക്സ് തന്നെയാണ് അതും വരുന്നത്. അതുകൊണ്ട് ഹെയർ ഡൈ ആണ് നമുക്ക് ഏറ്റവും പ്രോബ്ലം ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നത്. ഇപ്പം പല സ്റ്റഡീസും വന്നിട്ടുണ്ട്, ഹെയർ ഡൈ യൂസ് ചെയ്യുന്നവർക്ക് ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസറും ഏത് ക്യാൻസറും അതിൽ ഏറ്റവും കൂടുതൽ ബ്ലാഡർ ക്യാൻസർ ചാൻസ് കൂടുതലാണെന്നുള്ളത്. ഇറ്റ് ഇസ് എസ്റ്റാബ്ലിഷ്ഡ് സ്റ്റഡീസ് ആണ് അതെല്ലാം, ചാൻസ് ഒത്തിരി കൂടുതലാണെന്ന്. പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ ഓർക്കുന്ന ഒരു ഡയബറ്റീസും പിന്നെ ബ്ലാഡർ ക്യാൻസറും ഒക്കെ ഉള്ളൊരു പേഷ്യൻ്റാണ്. അപ്പോൾ അവരുടെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി കഴിഞ്ഞപ്പം 67 വയസ്സടുത്തുണ്ട്. അപ്പം നമ്മൾ ഈ ബ്ലാഡർ ക്യാൻസറാണ്, അവൻ ഡൈ ഉപയോഗിക്കും. അപ്പം ഞാൻ പറഞ്ഞു ഡൈ ഉപയോഗിക്കരുത്, ഡയബറ്റീസ് ഒക്കെ സിമ്പിളായിട്ട് നമുക്ക് മാറ്റാം. നമ്മൾ ഈ ക്ലിനിക്കൽ സപ്പോർട്ടോടുകൂടി വരുമ്പോഴേക്കും ഡയബറ്റീസ് ഒക്കെ നമുക്ക് സിമ്പിളായിട്ട് മാറ്റാം. പക്ഷെ ബ്ലാഡർ ക്യാൻസർ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ക്യാൻസറിന്റെ ഓറിയന്റഡ് ആയിട്ട് അപ്പോൾ കുറച്ചും കൂടെ സ്ട്രിക്റ്റഡ് ആയിട്ട് ഒക്കെ എടുക്കണം. അപ്പൊ ഏത് ക്യാൻസർ രോഗിയാണെങ്കിലും ആദ്യം ചെയ്യേണ്ടത് നമ്മളുടെ ഇങ്ങനത്തെ കെമിക്കലുകളുടെ ഉപയോഗമാണ്. പ്രത്യേകിച്ച് ഡൈ പോലെയുള്ള സാധനങ്ങൾ, ഹെയർ ട്രീറ്റ്മെന്റുകൾ, പിന്നെ സ്കിന്നിലിടുന്ന മേക്കപ്പ് മെറ്റീരിയൽ ഒക്കെ ഒഴിവാക്കുകയാണ് ഫസ്റ്റ് ലൈനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം. പക്ഷെ ഇദ്ദേഹം കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം ഇവന് ഓരോ പ്രാവശ്യവും നമ്മൾ ഈ ബ്ലാഡറിന്റെ യൂറിൻ എടുത്ത് അതിനകത്ത് ക്യാൻസർ സെൽ ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കും.
അതാണ് നമ്മൾ അതുപോലെ തന്നെ സിസ്റ്റോസ്കോപ്പി ഒക്കെ നോക്കുക എന്നുള്ളതാണ്. അപ്പം 3 മാസം ആയപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ഏകദേശം എല്ലാ മറ്റേ യൂറിനിലെ ക്യാൻസർ സെല്ലൊന്നും ഇല്ലെന്നായി. ബ്ലാഡർ സിസ്റ്റോസ്കോപ്പി ചെയ്ത് കൊണ്ടുവന്ന് നല്ല ക്ലിയർ ആയിട്ടുള്ള പടം കാണിച്ചു. ഇതെല്ലാം കഴിഞ്ഞൊരു 2-3 മാസം കഴിഞ്ഞപ്പോഴേക്കും പിന്നെയും സെല്ല് വരാൻ തുടങ്ങി. യൂറിനിലെ സെല്ല് വരുന്നു, സിസ്റ്റോസ്കോപ്പിയിൽ വീണ്ടും ഗ്രോത്ത് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം നോക്കുമ്പോഴേക്കും അദ്ദേഹം വീണ്ടും ബ്ലാക്കായി. അപ്പം അത്തരം പ്രത്യേകിച്ച് ക്യാൻസർ ഒക്കെ ഉള്ളവർ അത്ര സെൻസിറ്റീവ് ആയിരിക്കും. കാരണം നമ്മൾ ഈ ഹെയറിൽ ഡൈ ഒക്കെ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ ഓരോ ഹെയർ ഫോളിക്കിളും ഒരു ഏറ്റവും ബ്ലഡ് സർക്കുലേഷൻ കൂടുതലുള്ള ഏരിയയാണ് ഹെയർ ഫോളിക്കിളിന്റെ. നമ്മളുടെ ബോൺ മാരോ പോലെയാണ്. നമ്മുടെ ബോഡിയിലെ ഏറ്റവും ഫാസ്റ്റ് ഡിവൈഡിങ് സെല്ലിൽ പെട്ടതാണ് നമ്മുടെ ഹെയർ ഫോളിക്കിൾ. അതായത് നമ്മുടെ ഹെയറിനെ ഗ്രോ ചെയ്യുന്ന അതിന്റെ ബേസ് ഹെയർ ഫോളിക്കിളും അതുപോലെ നമ്മുടെ ബോൺ മാരോ, നമ്മുടെ റെഡ് ബ്ലഡ് സെൽസും വൈറ്റ് ബ്ലഡ് സെൽസും ഒക്കെ ഉണ്ടാക്കുന്ന ഇതാണ് ഏറ്റവും സെൻസിറ്റീവായിട്ട് ഏറ്റവും ഫാസ്റ്റ് ഡിവൈഡിങ്. അവരെയാണ് നമ്മൾ എല്ലാ ക്യാൻസർ സെല്ലും ക്യാൻസർ മെഡിക്കേഷൻസ് ഒക്കെ എടുക്കുമ്പോൾ നമുക്കറിയാം ഹെയർ ഫോൾ വരുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഫാസ്റ്റ് ഡിവൈഡിങ് സെല്ലാണ്. ക്യാൻസർ ഫാസ്റ്റ് ഡിവൈഡിങ് സെല്ലാണല്ലോ. അപ്പൊ ഈ ഫാസ്റ്റ് ഡിവിഷനെ ബ്ലോക്ക് ചെയ്യാനായിട്ടാണ് ഈ മരുന്നുകളെല്ലാം ഉപയോഗിക്കുന്നത്. ക്യാൻസർ സെല്ലിന്റെ വളരെ ഫാസ്റ്റായിട്ട് പോകുന്നതുകൊണ്ടാണല്ലോ ഈ സ്പ്രെഡ് ഒക്കെ വരുന്നത്. അപ്പൊ ആ സെയിം ക്യാൻസർ സെല്ലിന്റെ ഗ്രോത്ത് കുറയ്ക്കാനായിട്ട് ചെയ്യുന്ന മരുന്നുകൾ നമ്മളുടെ മറ്റു ഫാസ്റ്റ് ഡിവൈഡിങ് സെല്ലിനെയും ഹെയർ ഫോളിക്കിളിനെയും ഇതുണ്ടായിരിക്കും. ഡൈ ഇടുമ്പോൾ ഈ ഓരോ ഹെയറിൽ നിന്നും അത് നേരെ ഹെയർ ഫോളിക്കിളിലേക്ക് പോകും. അവിടെ നിന്ന് അത് അബ്സോർബ് ചെയ്യും. അവിടെ ഏറ്റവും ബ്ലഡ് സർക്കുലേഷൻ ഉള്ള സ്ഥലമാണ്. അത് പിന്നെ ഒന്നെങ്കിൽ അത് കിഡ്നി കൂടെ പോകണം. കിഡ്നി പോകണമെങ്കിൽ കിഡ്നി പോയിട്ട് അത് ബ്ലാഡറിലാണല്ലോ അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പൊ ഈ കെമിക്കൽ എല്ലാം നേരെ ബ്ലാഡറിനാണ് ഇമ്പാക്ട് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ബ്ലാഡർ ക്യാൻസറിന് ചാൻസ് ഏറ്റവും കൂടുന്നത്. പിന്നെ അതുപോലെ റീനൽ ഫെയിലിയറിനുള്ള ചാൻസ്, കിഡ്നിക്ക് പ്രോബ്ലം ഉള്ളവർ ഒരു കാരണവശാലും ഡൈ ചെയ്യരുത്. കാരണം റീനൽ ഫെയിലിയറിനുള്ള ചാൻസ് കൂടും. പിന്നെ ഇങ്ങനെ ഈ കരിമങ്ങലി ഒക്കെ ഉള്ളവർക്ക് ഞാൻ പറഞ്ഞില്ല, അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കിഡ്നിയും ലിവറും സ്കിന്നുമാണ് നമ്മുടെ എക്സ്ക്രീറ്ററി ഓർഗനിൽ ഏറ്റവും പ്രധാനം. പിന്നെ അപ്പൊ ഇവിടുന്ന് നേരെ ഇപ്പൊ ഇങ്ങനത്തെ എന്ത് സാധനം കിഡ്നിയെ കൊണ്ട് കളയാൻ പറ്റാത്ത സാധനം, ലിവറിനെ കൊണ്ട് കളയാൻ പറ്റാത്ത സാധനം നേരെ സ്കിന്നിലേക്കാണ് വരുന്നത്. അപ്പൊ സ്കിന്നിൽ ഡാർക്ക്നെസ്സോ സ്കിന്നിനൊരു കളർ ചേഞ്ചോ വരുമ്പോൾ അത് മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചാൽ നമ്മളുടെ ബോഡിയിൽ ടോക്സിൻസിന്റെ ലെവല് കൂടുന്നു. അത് എവിടെ നിന്ന് വരുന്നു എന്ന് കണ്ടുപിടിച്ച് ചെയ്യേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മളുടെ ബോഡിക്ക് പെയിൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രൊട്ടക്റ്റീവ് മെക്കാനിസമാണ്. അപ്പൊ നമ്മൾ പെയിന് വന്നാൽ പെയിൻ കില്ലർ കഴിച്ച് നമ്മളതിനെ വേദന സഹിക്കാൻ ആർക്കും പറ്റില്ല, പെയിൻ കില്ലർ വേണം. പക്ഷെ ഒക്കെ വേദന കഴിക്കും. പക്ഷെ അതിനെ മറച്ചു വെച്ചുകൊണ്ടിരിക്കുകയല്ല ചെയ്യേണ്ടത്. അതിന്റെ കാരണം എന്താന്ന് വെച്ചിട്ട് അത് കറക്റ്റ് ചെയ്യാൻ കൂടെ ചെയ്യണം. അതുപോലെ സ്കിന്നിലൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്തെങ്കിലും പെയിന്റ് അടിച്ച് മേക്കപ്പ് ഇട്ട് കവർ ചെയ്യുകയല്ല ചെയ്യേണ്ടത്. അതിന്റെ റീസൺ എന്താന്ന് കണ്ടുപിടിച്ച് അവിടെ നമ്മൾ കറക്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മളുടെ സ്കിന്നിലെ പ്രോബ്ലം നമ്മളുടെ കിഡ്നിയെയും ബാധിക്കും, ലിവറിനെയും ബാധിക്കും. ലിവറിനെയും കിഡ്നിക്കും ഹാൻഡിൽ ചെയ്യാൻ മേലാത്ത സാധനങ്ങൾ സ്കിന്നിലേക്ക് വരുമ്പോഴാണ് അത് സ്കിൻ ഡിസീസ് ആയിട്ട് മാറുന്നത്. അത് എക്സിമയായിട്ടോ സോറിയാസിസ് ആയിട്ടോ കറുപ്പായിട്ടോ വെളുപ്പായിട്ടോ ഒക്കെ മാറാം. അതാണ് അത് മനസ്സിലാക്കേണ്ടത്. ഈ ഇങ്ങനത്തെ കോസ്മെറ്റിക്സ് വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഈ എലർജി ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുന്നു എന്നുള്ളതും, പിന്നെ ഈ പറഞ്ഞ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് പോലത്തെ അസുഖങ്ങളും വരാം എന്നുള്ളതും എത്രമാത്രം ശരിയാണ്? ഈ അലർജി വന്നാൽ എളുപ്പമാണ്. ചൊറിച്ചിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആരും അല്ല പൊട്ടിയ പിന്നെ ആരും തീരുകയല്ല. ഇമ്മീഡിയറ്റ്ലി അത് ഇട്ട് കഴിഞ്ഞിട്ട് കാണുകയാണ്. പക്ഷെ ഓട്ടോഇമ്യൂൺ ഡിസീസ് വരുമ്പോൾ നമ്മളത് പതുക്കെ വരുള്ളൂ, ആരും തന്നെ മനസ്സിലാക്കിയല്ല. അതാണ് അതിനകത്ത് വരുന്നത്. അപ്പം ആർക്കെങ്കിലും ഒരു ഓട്ടോഇമ്യൂൺ ഡിസീസ് ഉണ്ടെങ്കിൽ അവർ ഇത്തരം സാധനങ്ങൾ ഉപയോഗിക്കാതെ ഇരിക്കുക. ഡെഫിനറ്റ്ലി ഈ കോസ്മെറ്റിക്സിനകത്തും ഇതിലെല്ലാം കെമിക്കലുകൾ, അതൊന്നും നമ്മുടെ ബോഡിക്ക് ആവശ്യമില്ല. അത് നമ്മുടെ ബോഡിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീന്, ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ്, ഇത്തരം സാധനങ്ങൾ മാത്രമേ നമുക്ക്, പിന്നെ ഓക്സിജനും വെള്ളവും, ഇത്തരം സാധനം മാത്രമേ നമുക്ക് ബോഡിക്ക് ന്യൂട്രീഷൻ ആയിട്ടുള്ളൂ.
അപ്പം നമ്മളുടെ ബോഡി ഉണ്ടാക്കിയേക്കുന്ന ഈ പോഷകങ്ങൾ വെച്ചാ നമുക്ക് വേണ്ടത് ഈ 57 നമ്മളുടെ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന അനുസരിച്ച് 57 പോഷകങ്ങളാ. അത് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്നത്. ഓക്സിജൻ കിട്ടാൻ വേണ്ടി നമ്മൾ ശ്വാസം എടുക്കുന്നു. വെള്ളം കിട്ടാൻ വേണ്ടി വെള്ളം കുടിക്കുന്നു. പിന്നെ വെള്ളം നമ്മുടെ ഭക്ഷണത്തിൽ നിന്നും കിട്ടും. ഇത് മാത്രം വെച്ചാണ് നമ്മളുടെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ള ഒരു റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് വരേണ്ടത്. അപ്പം നമുക്ക് എന്തെങ്കിലും രോഗം വരുന്നുണ്ടെങ്കിൽ ഈ 3 ഘടകങ്ങളിൽ ഓക്സിജൻ, എയർ, വാട്ടർ, ഫുഡ്, പിന്നെയുള്ളത് നമ്മളുടെ മേത്തിടുന്ന സാധനങ്ങളാണ്. നമ്മൾ മേത്തിടുന്ന ലേപനങ്ങൾ, അത് ലിപ്സ്റ്റിക് ആകാം, കണ്ണെഴുതുന്നതാകാം, സ്കിന്നിലിടുന്ന ബോഡി ലോഷൻ ആകാം, ഫൗണ്ടേഷൻ ആകാം, റൂഷ് ആകാം, വോട്ടെവർ പോസിബിൾ തിങ്സ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മളിപ്പം ഒക്കെ ഫേഷ്യൽ പിന്നെ ഈവൻ ഹോൾ ബോഡി ഫേഷ്യൽ പോലെ, ഫേഷ്യൽ എന്ന് മുഖത്തിന് മാത്രം ചെയ്യുന്നതിനാണല്ലോ ഫേഷ്യൽ എന്ന് പറയുന്നത്. അതാണല്ലോ നമ്മൾ ഈ ബ്യൂട്ടി പാർലറുകളിലും ഇപ്പം ഈവൻ കോസ്മെറ്റോളജി സെന്റേഴ്സ് ഉണ്ട്, അവിടെയാണെങ്കിലും ഇത്തരം കാര്യങ്ങളാണ്, സ്കിന്നിലെ ആപ്ലിക്കേഷൻസുകളാണ് നമ്മൾ കോസ്മെറ്റോളജി സെന്റർ. ബ്യൂട്ടി പാർലറുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ അല്ലാതെ സാധാരണ ഇതിലുള്ളത്. പിന്നെ മെഡിക്കലി കുറച്ചും കൂടെ സ്ട്രോങ്ങർ സാധനങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ കോസ്മെറ്റോളജി സെന്റേഴ്സിൽ വരുന്നത്. ഇതിലെല്ലാം നമ്മൾ സ്കിന്നിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതിൽ പല കാര്യങ്ങൾ സ്കിന്നിൽ കൂടെ നമ്മൾ ഉള്ളിലേക്ക് കയറ്റാനും കൂടെ ആയിരിക്കും നോക്കുന്നത്. അപ്പം ഒരു ബോഡി പോളിഷിങ് അതുപോലത്തെ കുറേ കാര്യങ്ങളും കൂടെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൂടുതൽ റിച്ച് ആയിട്ടുള്ളവർ ചെയ്യുന്ന. പക്ഷെ ഇതെല്ലാം നമ്മൾ പീലിങ്, ഇതെല്ലാം കെമിക്കലുകൾ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഇതൊന്നും നമ്മളുടെ സ്കിന്നിന്റെ ഹെൽത്ത് കൂട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. അത് ഒരു ഇമ്മീഡിയറ്റ് ഒരു ഇഫക്റ്റ്. എങ്ങനെ പീലിംഗ് എന്താ ചെയ്യുന്നത്? നമ്മുടെ പുറമേ ഉള്ള ഒരു ലെയർ അങ്ങ് പീൽ ഓഫ് ചെയ്ത് കളഞ്ഞ് പുതിയത് കൊണ്ടുവരും. യങ് സ്കിന്നിനെ കൊണ്ടുവരും, യങ് സെൽസിനെ അവിടെ കൊണ്ടുവരാനാണ് നോക്കുന്നത്. പക്ഷെ ഇതിനൊക്കെ ഒരു ലിമിറ്റേഷൻ. നമ്മൾ അവരെ ഇറിറ്റേറ്റ് ചെയ്ത് അവരെ കളയുകയാണ് ചെയ്യുന്നത്, എന്നിട്ട് പുതിയതിനെ ഉണ്ടാക്കിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആക്ച്വലി ഇതിലെല്ലാം ചെയ്യുന്നത് നമ്മൾ സ്കിന്നിനെ ഇറിറ്റേറ്റ് ചെയ്ത് പുതിയ സെല്ലിനെ ഉണ്ടാക്കിപ്പിക്കാനാണ് നോക്കുന്നത്. ഇതൊന്ന് ശാശ്വതമായിട്ട് നമ്മുടെ ഹെൽത്ത് കൂട്ടും, സ്കിന്നിന്റെ ഹാബിറ്റ് കൂട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. കാരണം നമ്മുടെ ആ എല്ലാത്തിനും ഒരു സ്റ്റെം സെൽസ് ഉണ്ട്. ഇതിങ്ങനെ ഇറിറ്റേഷൻ അവർ കൂട്ടിക്കൊണ്ടിരുന്ന് കഴിയുമ്പോൾ ആദ്യം ഇമ്മീഡിയറ്റ്ലി ഒരു ഇഫക്റ്റ് ഒക്കെ തോന്നും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് എന്തെങ്കിലും ലോഷനൊക്കെ ഇട്ട് നല്ല ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയായിട്ടൊക്കെ തോന്നും. പക്ഷെ ഇതിന് ലോങ് ടൈമിൽ നമ്മുടെ സ്കിന്നിന്റെ ഹെൽത്ത് കുറയത്തേ ഉള്ളൂ. അത് ബേസിക് പ്രിൻസിപ്പിൾ. ഞാൻ ഇതിനൊന്നും എതിര് പറയുകയല്ല, ഇതൊന്നും ശരിയല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ബേസിക് പ്രിൻസിപ്പിൾ അതാണെന്നുള്ളത് മനസ്സിലാക്കണം. എല്ലാ പീലിങ്ങുകളും നമ്മുടെ സ്കിന്നിന്റെ പുറമേ ഉള്ളതിനെ മാറ്റിക്കളഞ്ഞ്, അത് പലതരം പീലുണ്ട്. ഒരു അസിഡിക് പീല്, സോ മെനി ടൈപ്പ് ഓഫ് പീലിംഗ് മെക്കാനിസംസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മളുടെ ആ ഒരു ലെയർ അങ്ങ് കളയും. പക്ഷെ പിന്നെ ഒരു ലെയർ വരണം. അത് നമ്മുടെ ബോഡി തന്നെ ഉണ്ടാക്കണം. നമ്മുടെ ബോഡിക്ക് എന്തെങ്കിലും ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ന്യൂട്രീഷൻ വെച്ചേ പറ്റുള്ളൂ. നമ്മൾ ഈ കഴിക്കുന്ന സാധനങ്ങളിൽ നിന്ന് മാത്രമാണ് നമ്മുടെ ഈ സെല്ല് ഉണ്ടാകുന്നത്. നമ്മൾ ചെടികൾക്ക് അവർ മണ്ണിൽ നിന്ന് സാധനങ്ങൾ എടുത്ത് അവർക്ക് ഇലയും കായും പൂവും ഒക്കെ ഉണ്ടാക്കാം. നമുക്ക് നമ്മുടെ ഫുഡും അവരാണ് ഉണ്ടാക്കി തരുന്നത്. മനുഷ്യന് നമ്മൾ ചെയ്ത് ആ സാധനം നമ്മൾ മനുഷ്യർ കഴിക്കുമ്പോൾ മനുഷ്യന്റെ സെല്ലായി മാറും. മനുഷ്യന് മനുഷ്യന്റെ സെല്ലിനെ ഉണ്ടാക്കാൻ പറ്റും. ചെടി നമുക്ക് ഭക്ഷ്യയോഗ്യമായിട്ടുള്ളത് കഴിച്ചാൽ അത് നമ്മൾ സെല്ലായി മാറും. ഇപ്പൊ അതേസമയം ഒരു പൂച്ചയാണ് അത് മീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കുന്നതെങ്കിൽ ആ പൂച്ചയുടെ സെല്ലായി മാറും. അപ്പം ബേസിക്കലി നമ്മുടെ ഫുഡാണ് നമ്മളായി മാറുന്നത്. അതിനകത്ത് വിഷാംശം കയറി വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് രോഗമാകും. അതുപോലെ വേണ്ടത്രയും പോഷകങ്ങൾ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ ബേസിക് പ്രിൻസിപ്പിൾ മനസ്സിലാക്കി നമ്മളുടെ ബോഡിയിൽ വിഷാംശം നമ്മുടെ അടുത്തൂടെ സ്കിന്നിൽ കൂടെയോ ശ്വാസകോശത്തിൽ കൂടെയോ ഭക്ഷണത്തിൽ കൂടെയോ കയറുന്നത് ഒഴിവാക്കാൻ കഴിയും. നമുക്ക് വേണ്ട ഫുഡ് പോഷകങ്ങൾ കൊടുക്കാനും പറ്റിയ നമുക്ക് ബേസിക് ഹെൽത്ത് കീപ്പ് ചെയ്യാൻ പറ്റും. ഈ അമേരിക്കയിലൊക്കെ പറയുന്നത് ഒരു ദിവസം ലേഡീസ് അവരുടെ മുഖത്ത് ഏകദേശം 10 കെമിക്കൽസ് 10 പ്രൊഡക്ട്സ് ഉപയോഗിക്കുന്നതാണ്.
അപ്പം അങ്ങനെ 10 പ്രൊഡക്ട്സ് അവർ മുഖത്ത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇവിടെയും അതുപോലെ തന്നെ കൊച്ചു പിള്ളേർ തൊട്ട് ഈ പ്രൊഡക്ട്സ് ഒക്കെ തന്നെ ഉപയോഗിക്കും. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ കൂടുതൽ താമസിക്കാതെ നമ്മളുടെ ഇവിടെയും ഓൾറെഡി അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ആവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ ആ കുട്ടികളും മുതിർന്നവരും എന്താണ് മനസ്സിലാക്കേണ്ടത്? ബിക്കോസ് അവർ പറയുന്നത് സ്റ്റഡീസ് അനുസരിച്ച് ഇൻഫെർട്ടിലിറ്റി, ക്യാൻസറുകൾ, തൈറോയിഡ് പ്രോബ്ലംസ്, ഡയബറ്റീസ്, അത് പിന്നെ വേറെ എൻഡോക്രൈൻ പ്രോബ്ലംസ് ഇതെല്ലാം കൂടി വരുന്നതായിട്ട് അവിടെ കാണുകയും ചെയ്യുന്നുണ്ടെന്നാണ്. അവിടെ ആദ്യം ഉപയോഗിക്കും, അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇങ്ങോട്ട് വരുന്നത്. പണ്ടൊക്കെ അതിന് കുറെ കൂടെ കാലതാമസം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അമേരിക്കയിൽ ഒരു കാര്യമോ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുന്നത് കുറച്ചും കൂടെ ഇപ്പം ഈ ഗ്ലോബലൈസേഷൻ വന്നതോടുകൂടി അവിടെ ഇന്നൊരു സാധനം ഉണ്ടാക്കിയാൽ അവിടെ ചിലവാക്കുന്നതിന് മുമ്പ് അവർ ഇവിടെ ആയിരിക്കും കൊണ്ടുവന്ന് വിൽക്കുന്നത്. ബിക്കോസ് അവിടെ ചിലപ്പോൾ കൂടുതൽ റെസ്ട്രിക്ഷൻസ് കാണും, കുറച്ചും കൂടെ അവിടെ അവിടെ നിന്നൊരു ലൈസൻസ് കിട്ടി, അവിടെ ഒരു ലൈസൻസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സാധനം കോസ്മെറ്റിക് ഓറിയന്റഡ് എന്ത് സാധനവും ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ. അതേസമയത്ത് ഇന്ത്യയിൽ നമ്മളൊരു കോസ്മെറ്റിക് ഇതിന് വേണ്ടിയിട്ട് ലൈസൻസിന് പോവുകയാണെങ്കിൽ അത് കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. വേറൊരു രാജ്യത്ത് ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിവിടെ കൊണ്ടുവന്ന് കൊടുക്കാൻ ഒരു പാടുമില്ല. അതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തന്നെ വേറൊരു രാജ്യത്ത് ഏതെങ്കിലും രാജ്യത്ത് ഉണ്ടാക്കിയാൽ മതിയല്ലോ. ഏതെങ്കിലും അങ്ങനെ വലിയ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാത്ത ഒരു രാജ്യത്ത് ഉണ്ടാക്കി വെച്ചിട്ട് അതിവിടെ കൊണ്ടുവന്ന് വിൽക്കുമായിരിക്കും പലപ്പോഴും ചെയ്യുന്നത്. അത് റീബ്രാൻഡ് ചെയ്തും റീപാക്ക് ചെയ്തും അങ്ങനെയൊക്കെയാണ് കൂടുതൽ കാര്യങ്ങൾ വരുന്നത്. ഇതൊന്നും നമ്മൾ ഈ അടുത്ത കാലത്തൊന്നും അതൊന്നും ഒരു പ്രോപ്പർ ഗവൺമെന്റ് ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് തരുമെന്നൊന്നും പ്രതീക്ഷിക്കാതിരിക്കുക. നമ്മളുടെ ഇതിനെടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ കണ്ടൻസ് എന്താണെന്ന് നോക്കുക. ഇപ്പം 10 ഐറ്റംസ് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞു, ഓരോ ഐറ്റംസിലെയും ആ കെമിക്കലുകളുടെ കണ്ടന്റ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വിൽ ബി സർപ്രൈസ്ഡ്. അത്രയ്ക്കധികം ഇതാണ്. അതായത് അവർ പറയുന്നുണ്ട് ഈ 10 ഐറ്റംസും 12 ഐറ്റംസിലും ഒരു 200 ഡിഫറെന്റ് കെമിക്കൽസ് ഉണ്ടാവാം. അത് ഒരു ഫൗണ്ടേഷൻ ക്രീമിന് എടുത്ത് നോക്കിയാൽ അറിയാം. അല്ല കണ്ണിനടിയിൽ ഇടാൻ ഇപ്പൊ ഉണ്ടല്ലോ, കണ്ണിന്റെ അടിയിൽ ഇതിടാൻ അതിലത്ത് എഴുതാറ് പോലും ഇല്ല, എഴുതിയിട്ടില്ലാത്ത എന്തോരം ഉണ്ടാവും അതിനകത്ത്. എന്തോരം ഇവൻ ഏതോ രാജ്യത്ത് ഞാൻ പറഞ്ഞില്ലേ കൺമഷിയിൽ നടത്തിയ സ്റ്റഡിക്കകത്ത് കാണുന്ന അതിനകത്ത് മെർക്കുറി, ആർസനിക്, ഏതോ ഹെവി മെറ്റലൊക്കെ അത്രയധികം കൂടുതലാണെന്നാണ്. അത് നമ്മൾ എവിടെ എഴുതുന്ന കണ്ണിലാന്ന് ഓർക്കണം. കണ്ണിലെ കൺജങ്ക്റ്റൈവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിനേക്കാളും ഫാസ്റ്റായിട്ട് അബ്സോർബ് ചെയ്യും. നമുക്ക് അറിയാം, ചുണ്ടയിലിടുന്നത് ലിറ്ററലി നമ്മൾ കഴിക്കുന്ന പോലെയാ, കണ്ണിലെഴുതുന്നത് അതുപോലെ തന്നെയാണ്. നേരെ കൺജങ്ക്റ്റൈവ എന്ന് പറഞ്ഞാൽ ഫാസ്റ്റായിട്ട് അബ്സോർബ് ചെയ്യുന്നതാണ്. അത് ഈ കണ്ണിന്റെ ലൈനിങ് അതിൽ കൂടെ നമ്മൾ സ്കിന്നിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സ്കിന്നിന്റെ പുറത്തെ സെല്ലുകൾ ഇതിനകത്തൂടെ നേരെ അബ്സോർപ്ഷൻ നടക്കില്ല. അത് ഹെയർ ഫോളിക്കിളിൽ ചെന്നിട്ട് ഹെയർ ഫോളിക്കിളിന്റെ റൂട്ട് വഴി വേണം അബ്സോർബ് ചെയ്യാൻ. പക്ഷെ കണ്ണിലൊക്കെ വന്നു കഴിഞ്ഞാൽ നേരെ അബ്സോർബ് ചെയ്യും. അപ്പൊ കണ്ണില് ചുണ്ടില് ഒക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ട് വരുന്നത്. അതാണല്ലോ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുകയും ചെയ്യുന്നത്. ഇനി സ്കിന്നിൽ വന്നാൽ നാച്ചുറലി അത് ഒന്നെങ്കിൽ ഹെയർ ഫോളിക്കിളിനെ ബ്ലോക്ക് ചെയ്ത് വെക്കും, വിയർപ്പ് തന്നെ പ്രോപ്പർലി അല്ല. ഇപ്പം നമ്മൾ ലോങ് സ്റ്റാൻഡിങ് 24 മണിക്കൂർ കിട്ടും, 12 മണിക്കൂർ കിട്ടുന്ന മേക്കപ്പ് എന്നൊക്കെ പറയുന്നത് അവര് അതാ ഹെയർ ഫോളിക് മറ്റേ ഈ സ്വെറ്റ് ഗ്ലാൻസിനെ പോലും കുറെ അടച്ചു കളയുന്ന ടൈപ്പ് കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വരുന്നത്. അപ്പൊ ബേസിക്കലി ഇതെല്ലാം നേരെ നമ്മുടെ ഉള്ളിലേക്ക് തന്നെയാണ് ചെല്ലുക. അതിൽ 10 തരം ഉപയോഗിക്കുന്നുണ്ട്. ഓരോന്നിലും 10 അല്ല, മിക്കവാറും ഇവിടെ നമ്മൾ എണ്ണി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ 20ഓ അതിൽ കൂടുതലോ കാണും ഓരോ ഇതിനകത്തും വരുന്ന കെമിക്കലുകളുടെ എണ്ണം. അതിൽ പറയാതെ എന്തൊക്കെ വരുന്നുണ്ടെന്ന് നമുക്കറിയാൻ പറ്റില്ല. ഈവൻ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പെർഫ്യൂംസ് ഒന്നും അത് ജസ്റ്റ് ഫ്രാഗ്രന്റ് എന്ന് മാത്രം എഴുതിയാൽ മതി, അതിന്റെ കെമിക്കലിന്റെ പേര് വരുന്നില്ല. അപ്പൊ നമ്മളുടെ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നമുക്ക് ജീവിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ബോഡി മാത്രമേ ഉള്ളൂ. നമ്മുടെ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട് വരുന്നത്. അതിലേക്ക് എങ്ങനെ കെമിക്കൽസ് കുറയ്ക്കാൻ പറ്റുക എന്ന് നോക്കുക. അതിന്റെ പുറത്ത് ഒരു സാധനം ഇടുന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് അതിന്റെ കണ്ടന്റ് എന്താണ്, അത് ന്യൂട്രീഷൻ ആണോ അല്ലയോ എന്ന് നോക്കുക. ന്യൂട്രീഷൻ അല്ലാത്ത എന്താണേലും
അത് നമുക്ക് ബോഡിക്ക് ഹാംഫുൾ ആണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ആ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ ഉണ്ടാകണം. അമേരിക്കയിലെ പുറം രാജ്യങ്ങളിലെയും കണ്ടീഷൻ വളരെ വേഴ്സ് ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈവൻ ഹോർമോണിന്റെ കാര്യം പറഞ്ഞല്ലോ, ഈവൻ ജെൻഡർ ഐഡന്റിറ്റി, സെക്ഷൽ ഐഡന്റിറ്റി പോലും അതൊക്കെ ഈ ഹോർമോണിൽ വരുന്ന ഹോർമോണൽ പ്രോബ്ലംസ് കൊണ്ട് വരുന്നതാണ്. ഐഡന്റിറ്റി പ്രോബ്ലം, ജെൻഡർ ഐഡന്റിറ്റി പ്രോബ്ലം. ജെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഇസ് വെരി ക്ലിയർ. എക്സ് ആണ് മെയില്, XY ആണ് ഫീമെയില്. അതിനപ്പുറത്തേക്ക് ഒരു ജെൻഡർ ഇല്ല. XX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് XY എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ടെസ്റ്റോസ്റ്ററോൺ കൂടുതലുണ്ടാവും. അതാണ് Y ക്രോമസോമിന്റെ ഒരു പ്രത്യേകത. അവരിൽ ടെസ്റ്റോസ്റ്ററോൺ ഉണ്ടാവും. XX-ലാണെങ്കിൽ ടെസ്റ്റോസ്റ്ററോൺ അധികം ഉണ്ടാവില്ല. അതിന് പകരം ഈസ്ട്രജനും പ്രൊജസ്ട്രോണും. ഇത്രയും വ്യത്യാസം അതിനകത്ത് വരുന്നുള്ളൂ. പക്ഷെ ഇപ്പം ജെൻഡർ ഐഡന്റിറ്റി പ്രോബ്ലംസ് പോലും കൂടി വരികയാണ്. അതുകൊണ്ട് നമ്മൾ കൂടുതൽ കെയർഫുൾ ആവണം. പ്രഗ്നൻസി ടൈമിലും അതിന് മുമ്പുള്ള സമയത്തും ഒക്കെ ഇങ്ങനത്തെ കെമിക്കലൊക്കെ ഇടുമ്പം ഈവൻ നമ്മളുടെ കൊച്ചിന്റെ ഒരു കുഞ്ഞു പിന്നെ ഉണ്ടാകുമ്പോൾ അവരുടെ ജെൻഡർ ഐഡന്റിറ്റി പ്രോബ്ലംസ് പോലും വരാം. അതുപോലെ തന്നെ അവരും കൊച്ചിലെ മുതൽ ഉപയോഗിച്ച് തുടങ്ങുമല്ലേ. അപ്പം നമ്മൾ ഇങ്ങനത്തെ പറയുന്നത് തന്നെ നമ്മൾ ഇത്തരം പ്രോബ്ലംസിൽ നിന്ന് മാറണം. അതായത് ക്യാൻസർ, ജെൻഡർ ഐഡന്റിറ്റി പ്രോബ്ലംസ്, ക്യാൻസർ, ഹോർമോണൽ പ്രോബ്ലംസ്, ഓട്ടോഇമ്യൂൺ പ്രോബ്ലംസ്, ഇതിനെല്ലാം ചാൻസ് കൂടുതലുണ്ടെന്നുള്ളത് ഈ ഇത്രയും കാലത്തെ സ്റ്റഡി കൊണ്ട് അവരവിടെ ആദ്യം ഉപയോഗിച്ചു. അവരതിന്റെ സ്റ്റഡി ചെയ്തിട്ട് അതിന്റെ പ്രോബ്ലംസും പറഞ്ഞു. ഇനിയും നമ്മളതെല്ലാം ഇവിടെ കൊണ്ടുവന്ന് ഉപയോഗിക്കണം എന്നുള്ളതാണ്. കാരണം അവിടെ പലപ്പോഴും അതൊക്കെ കുറഞ്ഞു വരുമായിരിക്കും. ഇനി ഈ കൾച്ചറിന്റെ ഭാഗമായിട്ട് സോഷ്യൽ പ്രഷറാണ്. നമ്മൾ കാണാറുണ്ട് പലരും വായിൽ പൊട്ടൽ വരുന്ന ലേഡീസ്, ചില വായിൽ സീരിയസ് പ്രോബ്ലംസ്. അവരോടൊന്നും നമ്മൾ കെമിക്കൽ ഉപയോഗിക്കരുതെന്ന് പറയുമ്പോൾ പോലും പിന്നെയും ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടാണ് വരുന്നത്. അപ്പം വളരെ പലപ്പോഴും വിഷമം തോന്നാറുണ്ട്. എത്ര പറഞ്ഞാലും ആൾക്കാർ ആ സോഷ്യൽ പ്രഷർ അത്ര കൂടിപ്പോയി. അവർക്ക് പലർക്കും ഈ ലിപ്സ്റ്റിക് ഒക്കെ കുറെ നാൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിപ്സ്റ്റിക് ഇടാതെ പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു നിലയാണ്. അതുപോലെ ഡൈ ചെയ്ത് കഴിഞ്ഞാൽ 70 വയസ്സായാലും അവർക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ പോകാൻ പറ്റില്ല. ഡൈ ചെയ്യാതെ ഞാൻ എങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ പോകും എന്നുള്ളതാണ്. അപ്പൊ ആ സോഷ്യൽ സ്റ്റിഗ്മ, ആ സോഷ്യൽ പ്രോബ്ലംസ് നമ്മൾ അത് മാറി വരണം. അത് മാറ്റാനായിട്ട് നമ്മൾ എല്ലാവരും അതിനു വേണ്ടിയിട്ടുള്ള എഫേർട്ട് എടുത്തില്ലെങ്കിൽ ഉപയോഗിക്കുന്നവർ മാത്രമല്ല പെടുന്നത്. അവര് ഈ ഉപയോഗിച്ചു കഴിഞ്ഞ് ഈ സാധനം എല്ലാം ഭൂമിയിലേക്ക് തന്നെയാണ് ചെല്ലുന്നത്. അത് നമ്മൾ കഴിക്കുന്ന മരുന്നാണേലും നമ്മൾ ഉപയോഗിക്കുന്ന കെമിക്കലാണേലും കുളിച്ചു കഴിയും. ഈവൻ ഇട്ടിട്ടുന്ന ഡൈ എല്ലാം, ഡൈ തലയിൽ തേച്ച് കഴിഞ്ഞാലും അത് കുടൽ ഭാഗം കഴുകിക്കളയല്ലേ ചെയ്യുന്നത്. അത് മുഴുവൻ നമ്മൾ വെള്ളത്തിലേക്കാണ് ചെയ്യുന്നത്. അത് തന്നെയാണ് നമ്മൾ കുടിവെള്ളമായിട്ട് വരുന്നതും അല്ലെങ്കിൽ പ്ലാന്റിന്റെ ചെടിക്ക് ഇറിഗേഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ച് അത് ആ ചെടികളിലും പ്ലാന്റിലും എല്ലാം ചെന്ന് നമ്മുടെ കുടിവെള്ളമായിട്ടോ ഫുഡായിട്ടോ അതെല്ലാം തിരിച്ചു വരും. അപ്പം ഉപയോഗിക്കുന്നവർ മാത്രമല്ല, ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നവരും ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ജീവിക്കുന്നവരും എല്ലാം ഇതിന്റെ ഇമ്പാക്ട് നേടേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി. അവര് അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ അവർ മോർ അഡ്വാൻസ്ഡ് ആയിരുന്നു. അവർ കൂടുതൽ കാര്യം മനസ്സിലാക്കി, അവർ കൂടുതൽ കാര്യങ്ങൾ ഉപയോഗിച്ചു. ആദ്യം നമ്മളെ ഇടുമ്പോൾ ഉള്ള ആ ഭംഗി മാത്രമാണ് നമ്മൾ ആദ്യം കാണുന്നത്. അതുപോലെ എന്ത് മരുന്നിന്റെ കാര്യത്തിലാണേലും, ഷുഗറാണോ, ഷുഗറിന് ഈ മരുന്ന് കഴിച്ചാൽ ഷുഗർ കുറയും. പക്ഷെ അതിന്റെ സൈഡ് ഇഫക്ട്സ് നമ്മൾ കാണുന്നില്ല. അതൊക്കെ പിന്നെ കാലങ്ങൾ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി വരുന്നത്. ഇപ്പം നമുക്ക് വളരെ ക്ലാരിറ്റി വന്നു. ഇപ്പൊ ഡയബറ്റീസോ ഒരു ജീവിതശൈലി രോഗത്തിനും മരുന്നിന്റെ ആവശ്യമില്ല. ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാറാവുന്നതേ ഉള്ളൂ. തീരെ എൻഡ് സ്റ്റേജ് ആകുന്നതിന്റെ മുമ്പാണേലും കിഡ്നിയുടെ പ്രോബ്ലം ഉള്ളവർ ഒരു കാരണവശാലും പിന്നെയും ഡൈയും കോസ്മെറ്റിക്സും ഒന്നും ഉപയോഗിക്കാതിരിക്കുക. ലിവർ പ്രോബ്ലം ഉള്ളവർ, ഫാറ്റി ലിവർ ആണ്, കുഴപ്പമില്ല, ഗ്രേഡ് 1 ഗ്രേഡ് 2 എത്തിയാലും അനങ്ങേല. ഇവൻ അവസാനം ഫെയിലിയർ ആയി കഴിയുമ്പോൾ ഓടി നടന്നിട്ട് കാര്യമില്ല. നമ്മൾ ഗ്രേഡ് 1 ഫാറ്റി ലിവർ വരുമ്പോൾ തന്നെ നമ്മൾ സൂക്ഷിച്ചു തുടങ്ങുക. ആവശ്യമില്ലാത്ത കെമിക്കലും കോസ്മെറ്റിക്സും കെമിക്കലും ഒന്നും മേത്ത് തേക്കാതിരിക്കുക. കളറും പ്രിസർവേറ്റീവ്സും ഒന്നും ഇട്ട് ഫുഡ് കഴിക്കാതിരിക്കുക. ഓവർ വെയിറ്റ് ഉണ്ടെങ്കിൽ അത് നമ്മൾ കാലറി കൺട്രോൾ ചെയ്ത് അന്നജം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അന്നജം അരി, ഗോതമ്പ്, മധുരം, ബേക്കറി ഐറ്റംസ് ഒക്കെയാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. അത് കട്ട് ചെയ്ത് നമ്മുടെ വെയിറ്റ് കറക്റ്റ് ആക്കാൻ നോക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഹെൽത്തിനെ സംരക്ഷിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അതിനിപ്പം നമുക്ക് അറിവുണ്ട്.
അത് പ്രയോഗത്തിൽ വരുത്താനായിട്ട് പബ്ലിക് അവയർനെസ് ഉണ്ടാക്കണം. അതാണ് നമ്മൾ ശ്രമിക്കുന്നത്. പബ്ലിക് അവയർനെസ് വന്ന് നമ്മൾ അതിന് ഇങ്ങനത്തെ സാധനങ്ങളിൽ നിന്ന് മാറാനും കൂടെയുള്ളവരെ മാറ്റാനും. ഇപ്പൊ പലപ്പോഴും എന്താ കുട്ടികളൊക്കെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, കുട്ടികൾക്ക് അവരുടെ അച്ഛനും അമ്മയുടെ മുടി നരച്ചിരിക്കുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂലായിരിക്കും. അപ്പൊ അവര് പ്രഷറൈസ് ചെയ്യും. അല്ലെങ്കിൽ ഹസ്ബൻഡിന് വൈഫിന്റെ മുടി നരച്ചത് എന്റെ നരച്ച മുടിയൊക്കെ നരച്ച വൈഫാണ് എൻ്റെ എന്ന് പറയാൻ മടിയായിരിക്കും. അല്ലെങ്കിൽ വൈഫിന് ഹസ്ബൻഡ് നല്ല യങ്ങായിട്ട് കാണിക്കാനായിരിക്കും ഇഷ്ടം. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ നമ്മുടെ സ്പൗസിനോ നമ്മളുടെ പ്രിയപ്പെട്ടവരുടെയോ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഇടുമ്പോൾ നമ്മൾ റിയലി സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ അവരെ ഡിസ്കറേജ് ചെയ്യുക. അവരുടെ ആരോഗ്യം പോവുകയാണ് ചെയ്യുന്നത്. അവരെ നമ്മൾ ഈ ഡൈ ഒക്കെ ചെയ്യുകയും കോസ്മെറ്റിക്സ് ഇടുകയും ചെയ്യുമ്പോൾ അവർക്ക് ക്യാൻസറും ഓട്ടോഇമ്മ്യൂൺ ഡിസീസും അലർജിയും ഒക്കെ വരാനുള്ള ചാൻസ് കൂട്ടുകയാണ് ചെയ്യുന്നത്. അവരുടെ ലൈഫ് ലെങ്തും അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫും കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ റിയലി സ്നേഹം ഒരാളോടുണ്ടെങ്കിൽ അവരെ ഇത്തരം കാര്യങ്ങളെല്ലാം ഡിസ്കറേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഞാനും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓവർ വെയിറ്റ് ആയിരിക്കും. വെയിറ്റ് കുറഞ്ഞു കഴിയുമ്പോഴേക്കും ബാക്കിയുള്ളവരെല്ലാം പ്രോബ്ലം ഉണ്ടാകുന്നു. ഈവൻ ഹസ്ബൻഡിന് വൈഫിന്റെ വെയിറ്റ് കുറയുന്നത് ഇഷ്ടമല്ല. അല്ല, വൈഫിനോട് ഹസ്ബൻഡിന്റെ വെയിറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ പുറത്തെന്തെങ്കിലും ഒരു ഫംഗ്ഷന് ചെല്ലുമ്പോൾ എന്തേ ഹസ്ബൻഡിന്റെ വെയിറ്റ് കുറഞ്ഞ് നിങ്ങളൊന്നും കൊടുക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നത്. നമ്മൾ അത്ര കഷ്ടപ്പെട്ട് വെയിറ്റ് ഒക്കെ കുറച്ച് കുടവയറൊക്കെ കുറച്ച് കൊണ്ടിരുന്നതായിരിക്കും. അപ്പം അങ്ങനെയുള്ള അതല്ല ശരി ഏത് തെറ്റേതെന്ന്, അല്ലെങ്കിൽ ആരോഗ്യത്തിന് നല്ലതേത് ആരോഗ്യത്തിന് മോശം ഏതെന്ന് മനസ്സിലാക്കാനും ആ അവയർനെസ് പബ്ലിക്കിലും കൂടെ ഉണ്ടാക്കാനും ശ്രമിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ജനറേഷൻ മാത്രമല്ല, ഈ കെമിക്കൽ ഇപ്പം നമ്മൾ ഉപയോഗിച്ച് ഉണ്ടാക്കി നമ്മളുടെ മണ്ണിലേക്കും വെള്ളത്തിലേക്കും ഇടുന്ന ഈ കെമിക്കലുകളൊന്നും പെട്ടെന്നൊന്നും പോകില്ല. അത് വീണ്ടും നമ്മൾ തലമുറകളോളം അതിന്റെ ഇഫക്റ്റ് അനുഭവിക്കേണ്ടി വരും. ഇപ്പം ഈ പറഞ്ഞ കോസ്മെറ്റിക്സിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഒരു പലർക്കും ഈ ഹെൽത്തി സ്കിന്നും വെളുത്തിരിക്കുന്നതും ആയിട്ട് ഒരു എന്തോ അത് രണ്ടും ഒന്നാണ് എന്നുള്ളൊരു ചിന്തയുണ്ട്. അപ്പം ഇരുണ്ട സ്കിന്നാണെങ്കിൽ അത് എന്തോ ഒരു ഹെൽത്തി അല്ല എന്നുള്ളൊരു ചിന്തയുണ്ട്. എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇരുണ്ട സ്കിൻ എന്ന് പറയുമ്പോൾ, ഡാർക്ക് സ്കിൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് വേറൊന്നും പ്രത്യേകിച്ചില്ല. അതിന് മെലനോസൈറ്റ് കൂടുതലുണ്ടാവും. നമ്മുടെ ഡാർക്ക് പിഗ്മെന്റ് മെലനിൻ കൂടുതലുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് ഡാർക്ക് ആയിരിക്കും. അതൊരു പ്രൊട്ടക്റ്റീവായിട്ട് തന്നിരിക്കുക. നമുക്കറിയാലോ, ആഫ്രിക്കയുടെ പ്രത്യേകത എന്താ? അത് ഭൂമധ്യരേഖയുടെ സെൻട്രലായിട്ട് ഏറ്റവും സൂര്യപ്രകാശം ഉള്ളിടത്താണ് അതിരിക്കുന്നത്. അപ്പം സൂര്യപ്രകാശത്തിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള സൂര്യപ്രകാശത്തിന്റെ അൾട്രാവയലറ്റ് റേസിന് നമ്മളുടെ മേത്ത് ഓവറായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസർ വരാം. അപ്പൊ അതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള സാധനമാണ് മെലാനിൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വെയിലത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ തന്നെ ഇൻഡ്യൂസ് ചെയ്യും. നമ്മൾ ഫ്യൂ ഡേയ്സ് വെയിലത്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ കറക്കുന്ന കണ്ടിട്ടില്ലേ? സോ നമ്മുടെ സ്കിന്നിനറിയാം അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. മെലാനിൻ ഉണ്ടാക്കി ആ അൾട്രാവയലറ്റ് റേസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടാണ് അത് നോക്കുന്നത്. അൾട്രാവയലറ്റ് റേസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ മെലാനിൻ നമ്മളുടെ സ്കിന്നിൽ ഇരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ മെലാനിന് ഇല്ലെന്നാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്കിൻ ലൈറ്റനിങ് ഏജൻസ് എല്ലാം ഉപയോഗിക്കുന്നത്. അതേസമയത്ത് വെസ്റ്റേണേഴ്സ് പോയി നമുക്കറിയാം സൺബാത്ത് ചെയ്യുക. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. ലേഡീസും എല്ലാവരും സൺബാത്ത് അവർ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കുന്നതാണ്. അതെന്തിനാ? അൾട്രാ വയലറ്റ് റേസ് നമ്മളുടെ ശരീരത്തിൽ വീഴിച്ച് അതൊരു ഹെൽത്തിന്റെ ഇത് വേണ്ടിയിട്ടാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അൾട്രാ വയലറ്റ് റേസ് വരുമ്പോൾ വൈറ്റമിൻ ഡി ഉണ്ടാക്കുന്നതെന്ന് മാത്രമല്ല, നമ്മുടെ സ്കിന്നിൽ പലതരം കെമിക്കലുകൾ നമുക്ക് ഫേവറബിൾ ആയിട്ട് ബോഡിക്ക് വേണ്ടത്, അതൊന്നും എല്ലാം ഒന്നും കണ്ടുപിടിച്ചിട്ട് തന്നെ ഇല്ല, ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളതാണ്. അതിനൊരു മെലനോകോർട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് പ്രോട്ടീൻസ് ഉണ്ടാക്കുന്നുണ്ട്. അത് നമ്മുടെ ഈവൻ സന്തോഷം കൂട്ടും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് പറയുന്നത് സൈക്കാട്രിക് പേഷ്യൻസ് ഒക്കെ ബേസിക്കലി ഡിപ്രസ്ഡ് ആയിട്ടുള്ളവർക്ക് കുറച്ചു നേരം സൂര്യപ്രകാശത്തിൽ പോയിരിക്കണം എന്ന് പറയുന്നത്. അത് നമ്മളുടെ സൂര്യപ്രകാശം നമ്മുടെ വെറുതെ എല്ലാം കവർ ചെയ്തിരുന്നാൽ പറ്റില്ല, നമ്മുടെ സ്കിന്നിൽ കൊള്ളണം. അപ്പം ആ സ്കിന്നിൽ കൊള്ളുമ്പോൾ നമുക്ക് അതിനകത്തുനിന്നുള്ള ചേഞ്ച് വരും.
പിന്നെ ഈ ട്രോപ്പിക്കൽ നമ്മളുടെ ഭൂമധ്യരേഖയുടെ അടുത്തുള്ള ഇന്ത്യയിലെ നമ്മുടെ കേരളം പോലെയും ശ്രീലങ്ക പോലെയും ആഫ്രിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ ഈ ഭൂമധ്യരേഖയുടെ അടുത്തായിരുന്നുള്ളവർക്ക് കൂടുതൽ ഡാർക്കസ്റ്റ് സ്കിൻ ആയിരിക്കും. അത് നമ്മുടെ പ്രൊട്ടക്റ്റീവ് മെക്കാനിസമാണ്. അതേസമയത്ത് നമ്മളുടെ നോർത്തിലേക്ക് പോകുന്നതനുസരിച്ച് ഈവൻ നോർത്ത് ഇന്ത്യൻസിന് കുറച്ചുകൂടെ ലൈറ്റർ സ്കിന്നാണ്. പിന്നെ ഈ യൂറോപ്പിലും അമേരിക്കയിലും ഉള്ളവർക്ക് ലൈറ്റർ സ്കിന്നാണ്. അപ്പൊ അവർക്ക് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഡാർക്ക് സ്കിൻ ആണെങ്കിൽ അവരുടെ വൈറ്റമിൻ ഡി ഉണ്ടാക്കലും ഒന്നും നടക്കാതെ പോകും. ഇത് ബ്ലോക്ക് ചെയ്ത് വെക്കുകയാണല്ലോ. അൾട്രാ വയലറ്റ് റേസ് തന്നെ വേണം പോയി വൈറ്റമിൻ ഡി ഉണ്ടാക്കാനും. അപ്പോൾ ഓവറായിട്ട് കയറിപ്പോയാൽ ക്യാൻസർ ഉണ്ടാകും. അണ്ടറായി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻ ഡിയും അതുപോലത്തെ കെമിക്കൽസും ഇല്ലെന്നായി പോകും. അപ്പൊ ഇതിന്റെ ഒരു ബാലൻസ് അത് നേച്ചറിന്റെ കണക്കാണ്. പിന്നെ ഇത് നമുക്ക് ജനറ്റിക്കലി കിട്ടിയിരിക്കുന്നതാണ്. ഇപ്പം നമ്മളുടെ ഒരു വീട്ടിൽ തന്നെ ഒരാൾ കുറച്ച് ഡാർക്ക് സ്കിൻ ആയിരിക്കും, ഒരാൾ കുറച്ചുകൂടെ വൈറ്റ്. അതല്ല, ഈ മിക്സിങ് ഓഫ് ജീൻസും ഇതും കൂടെ വന്നിരിക്കുന്നതാണ്. ഇപ്പൊ നമുക്ക് നോർത്ത് ഇന്ത്യൻ മറ്റേ നമുക്കിവിടെ ആംഗ്ലോ ഇന്ത്യൻസ് ഉണ്ട്. അപ്പം പോർച്ചുഗീസും ബ്രിട്ടീഷും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരുടെയും ഇന്ത്യൻസിന്റെയും കൂടെ ഉള്ള മിക്സും, അങ്ങനെ സോ മച്ച് ഓഫ് മിക്സിങ് നടന്നിട്ടുണ്ട്. അതാണ് ഇതിന്റെ ഇടയിലുള്ളതും കൂടെ വരുന്നത്. ഇപ്പം പിന്നെ നമ്മൾ ഗ്ലോബലൈസേഷനായി ഇന്ത്യൻസ് അമേരിക്കയിൽ പോകുന്നു, അവിടെ താമസിക്കുന്നു. അവർ കുറെ നാൾ കഴിയുമ്പോഴേക്കും കുറച്ചും കൂടെ വെളുത്തു വരും. അതുപോലെ സായിപ്പ് ഇവിടെ വന്ന് താമസിക്കുകയാണെങ്കിൽ അവർ 2-3 ജനറേഷൻ വന്നു കഴിയുമ്പോഴേക്കും അവർ കുറെ കൂടെ കറുത്തും വരും. അത് നമ്മളുടെ ബോഡിയുടെ നമ്മളുടെ അഡാപ്റ്റേഷന്റെ സൈൻ ഇതായിട്ട് വരുന്നതാണ്. അപ്പം നമുക്ക് എന്ത് സ്കിൻ കളറാണോ കിട്ടിയിരിക്കുന്നത് അതിൽ ഹാപ്പി ആകാൻ നോക്ക്. അതനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ്. അതായത് പക്ഷെ നമുക്ക് ശരിയാണ്, നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. നമുക്ക് എല്ലാവർക്കും വൈറ്റ് ആണ് ഇഷ്ടം, പക്ഷെ ആർക്കെങ്കിലും വെള്ളപ്പാണ്ട് വരുന്ന ഇഷ്ടമാണോ? അതാരും ഇല്ലല്ലോ. വെള്ളപ്പാണ്ട് ബേസിക്കലി നമ്മുടെ സ്കിന്നിലെ മെലാനിൻ കുറഞ്ഞു പോകുന്നതാണ്. അന്ന് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മേത്ത് മൊത്തം ഒരു മെഡിസിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് വെള്ളപ്പാണ്ട് വരുന്നവര് അവിടെ ഇവിടെ കുറച്ച് ഡാർക്ക്നെസ് മാത്രമേ ഉള്ളെങ്കിൽ അതങ്ങ് ഒരു മരുന്നിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മൊത്തം ആ മെലനോസൈറ്റിനെ നമുക്ക് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് അത് പറ്റൂലല്ലോ. ആരും ആഗ്രഹിക്കുന്നുമില്ലല്ലോ നമ്മുടെ സ്കിന്ന് മൊത്തം നമ്മൾ മറ്റേ മെഡിസിൻ ഇട്ടോ അല്ലെങ്കിൽ കെമിക്കൽ ഇട്ട്. അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ അപ്പൊ അതിൻ്റെതായ സൈഡ് എഫക്റ്റ് വരും. അപ്പൊ നമുക്ക് അൾട്രാ വയലറ്റ് റേസിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ കിട്ടാതെ വരും. അപ്പൊ നമ്മൾ സൂര്യപ്രകാശത്തിൽ ഇറങ്ങി നമുക്ക് സ്കിൻ ഇറിറ്റേറ്റഡ് ആകാൻ തുടങ്ങും. അപ്പൊ അതുകൊണ്ട് അതും ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന നമ്മളൊരു ഇതായിട്ട് വരുമ്പോൾ നമ്മളുടെ ബോഡിയെ ബഹുമാനിക്കുക. നമ്മുടെ ലൈഫ് സ്ഥിതി ചെയ്യുന്നത് അതാണ്. നമുക്ക് കിട്ടിയിരിക്കുന്നതിൽ നമ്മൾ തൃപ്തിയാകുക എന്നുള്ളതാണ് ഫസ്റ്റ് വരേണ്ടത്. അല്ലാതെ അയാളുടേത് വെളുത്താണ് ഇരിക്കുന്നത് എനിക്കും വെളുക്കണം അങ്ങനെയല്ല. അല്ലെ എൻ്റെ ചേച്ചിയുടെ മോറ് വെളുപ്പാണ് എനിക്കും വേണമെന്ന് പറഞ്ഞ് കെമിക്കൽ ഇടുകയല്ല. അതിന്റെ പോസിറ്റീവ് സൈഡ് നമ്മളായിട്ട് തന്നെ ആക്സെപ്റ്റ് ചെയ്യുക. എന്നിട്ട് അതിന് ഉള്ളത് എൻഹാൻസ് ചെയ്യാതെ ഹെൽത്തി ആയിട്ട് വെക്കാൻ നോക്കുക. കളറോ ഷേപ്പ് ഡെഫിനറ്റ്ലി എല്ലാ ഹ്യൂമൻ ബോഡിക്കും ഏകദേശം ഒരു ഷേപ്പാണ്. അത് ഹൈറ്റ് കൂടുകയോ ഹൈറ്റ് കുറയോ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അതിനകത്ത് വരുന്നുള്ളൂ. പിന്നെ സ്കിൻ കളർ, ഹൈറ്റ് കൂടുക, ഹൈറ്റ് കളറ്, സ്കിൻ കളറ്, ഹെയർ കളറ്, ഐ കളറ് ഒക്കെ ഉള്ള വ്യത്യാസങ്ങളുണ്ടാവും. നമ്മൾ കിട്ടിയത് എന്താണോ അതിനെ നമ്മൾ മാക്സിമം പ്രൈഡോടുകൂടി ഉപയോഗിക്കാൻ നോക്കുക. നമ്മളുടെ ശരീരത്തെക്കുറിച്ച് നമുക്ക് അഭിമാനം ഇല്ലെങ്കിൽ പിന്നെ ആർക്കെന്തുണ്ടാകാനാ? നമ്മൾ എങ്ങനെ പ്രോഗ്രസ് ചെയ്യാനാ? നമ്മളുടെ ആകെ ഉള്ള ഒരു ടൂളാണ്, ജീവിക്കാനുള്ള ഏക ടൂളാണ് നമ്മളുടെ ബോഡി. അപ്പൊ അതിനെ നമ്മൾ എപ്പോഴും അതിനെക്കുറിച്ച് അൺഹാപ്പി ആയിട്ട് ഇരുന്നാൽ അത് പറ്റൂല. എന്ന് കരുതി അതിനെ ഏറ്റവും ഹെൽത്തി ആയിട്ട് വെക്കാനും അതിന് ഹ്യൂമൻ ബോഡിക്ക് ഒരു ഷേപ്പ് ഉണ്ട്. അത് മെയിലിനൊരു ഷേപ്പ് ഉണ്ട്, ഫീമെയിലിനൊരു ഷേപ്പ് ഉണ്ട്. അതിന്റെ ഏറ്റവും ബെസ്റ്റ് ഷേപ്പിൽ കീപ്പ് ചെയ്യാനും ഒക്കെ നമുക്ക് ഉള്ള കളറ് നമുക്കുള്ള സ്കിന്നിനെയാണ് പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. കളർ അത്ര ഇമ്പോർട്ടൻ്റേ അല്ലെന്ന് മനസ്സിലാക്കുക. സ്കിന്നിന് രോഗമില്ലാതെ സ്കിന്ന് നമ്മുടെ പ്രൊട്ടക്റ്റീവ് വോളാണ്. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ഏറ്റവും ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയും. അതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളെ മറ്റുള്ള ജീവികളിൽ നിന്നും മൈക്രോബ്സിൽ നിന്നും ഈവൻ നമ്മുടെ വെള്ളം നമ്മുടെ ബോഡിക്കകത്ത് സെല്ലുകളെ എല്ലാം പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ സ്കിന്നാണ്. നമ്മൾ വെള്ളം നമുക്കറിയാമല്ലോ, ഈ എക്സിമ രോഗം വന്നു കഴിഞ്ഞാൽ വെള്ളം ഔട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ അൾസറിൽ നിന്ന് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയായിരിക്കും. അതിനാണല്ലോ നമ്മൾ ഡ്രസ്സ് ഇപ്പോൾ ചെയ്തൊക്കെ വെക്കുന്നത്.
അപ്പൊ നമ്മുടെ ഹെൽത്താണ്, നമ്മുടെ സ്കിന്നിന്റെ ഒരു പർപ്പസ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓൾ ഇന്റേണൽ ഓർഗൻസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നാണ്. സ്കിന്നിന് ഡാമേജ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം എത്ര പെർസെൻറ്റേജ് ഓഫ് ബേൺസ് ഒക്കെ വന്ന് സ്കിൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ 80% ഒക്കെ ബേൺ ചെയ്താൽ അതും ഡീപ് ബേൺസ് വന്നു കഴിഞ്ഞാൽ അയാളെ രക്ഷിക്കാൻ പറ്റില്ല. അപ്പൊ എത്ര പെർസെൻറ്റേജ് കുറച്ചൊക്കെ ഉള്ളെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ബോഡി തന്നെ മാനേജ് ചെയ്യും. പക്ഷെ ഒരു ലെവൽ ഓഫ് ഡാമേജ് കൂടുതൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരും. അതുപോലെ തന്നെ നമുക്ക് സ്കിന്നിന് എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ എന്ത് അസ്വസ്ഥതയാണ്. അപ്പൊ കളറല്ല ഇമ്പോർട്ടൻറ്റ്, നമ്മുടെ സ്കിന്നിന്റെ ഹെൽത്ത് ആണ് ഇമ്പോർട്ടൻറ്റ്. ആ ഹെൽത്ത് ഏറ്റവും ബെസ്റ്റ് ആക്കി വെക്കാനായിരിക്കണം നമ്മൾ എപ്പോഴും ശ്രമിക്കേണ്ടത്. നമ്മുടെ ലൈവിന്റെ സമയം ഇവിടെ അവസാനിക്കുകയായി. അടുത്ത ആഴ്ച ഇതേ സമയം വേറൊരു വിഷയവുമായിട്ട് വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.